2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി കൊണ്ടുവന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്നൊരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയുടെ ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുക്കലൊന്ന് ചെന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ചരണവും പല്ലവിയും കൂടെ പാടാം, കൊയറൂടെ ചേർന്ന് പാടാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഈ വചനം കേൾക്കാനൊന്ന് ഒരുങ്ങാനാണ് പാടാൻ പോകുന്നത്. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നോ തീയിലല്ല. ആ പാട്ട് പാടും, എന്നിട്ട് പരീക്ഷ അത് പാടാൻ പറയാം. നമുക്ക് ഒരുമിച്ച് പാടാം, കൊയറൂടെ ചേർന്ന് പാടാം. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ, വീഴുന്നതോ തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്ന. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എരിതിയിൽ വീണാലും ഞങ്ങൾ തീയിലല്ല, നിൻ്റെ കയ്യിലാണല്ലോ വീഴുന്നത്. പരീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചാൽ ദൈവമേ അതിൻ്റെ എല്ലാ പരിഹാരവും നിൻ്റെ പക്കലുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി നിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ദൈവമേ, അടിയനല്ല, നിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിൻ്റെ ഇമ്പമേറിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. വന്നുകൂടിയ ജനത്തോട് സംസാരിക്കണം. ഓൺലൈനിൽ കൂടി പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണം. ഈ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. തുടർന്നുള്ള ദിനങ്ങളിൽ ഈ കൺവെൻഷൻ പന്തലിൽ നിറഞ്ഞു കവിയുന്ന ജനത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാരി ചൊരിഞ്ഞു കൊടുക്കണം. അഭിമന്യ തിരുമേനിക്കായിട്ട് സ്തോത്രം. നൽകുന്ന നല്ല ചിന്തകൾക്കായി സ്തുതിക്കുന്നു. കൂടി വന്ന വൈദികരെയും സുവിശേഷകരെയും ജനങ്ങളെയും ഇതിലൂടെ പങ്കെടുക്കുന്ന എല്ലാവരെയും നിൻ്റെ വചനം കൊണ്ട് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വളരെ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഭവന സന്ദർശനത്തിന് പോയി. എന്നോടൊപ്പം മുതിർന്ന ചിലരും കൂടെ ഉണ്ടായത്. ആദ്യമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുക. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ അമ്മയും 2 പെൺമക്കളും വീടിന് വെളിയിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ തല ഇതിൽ മുട്ടരുത്, ഇടിക്കരുത്, അച്ഛൻ്റെ തല മുട്ടും, അച്ഛൻ കുനിഞ്ഞ് കയറണം. തൊഴുതാണ് പറഞ്ഞത്. അച്ഛാ ക്ഷമിക്കണം, അച്ഛനൊന്ന് കുനിഞ്ഞ് കയറണം. ശരി, ഞാൻ കുനിഞ്ഞ് കയറി, കൂടെയുള്ളവർ കയറി. വീട്ടിലിരിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഒരു കസേരയുള്ളൂ. എന്നെ കൊണ്ടുപോയത് എന്നേക്കാൾ മുതിർന്ന അങ്കിൾമാരാണ്, പ്രായമുള്ളവരാണ്. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു മടി ഇരിക്കാൻ. കാരണം വളരെ പ്രായം ചെന്ന ചില അപ്പച്ചന്മാർ കൂടെയുള്ളപ്പോൾ ഞാനന്ന് കൊച്ചച്ഛനാണ്, ഞാൻ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞു, ഇരിക്കേണ്ട, ഞങ്ങൾ നിന്നോളാം. കാരണം ഒരാൾ തന്നെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അല്ല, അവരെല്ലാം പറഞ്ഞു അച്ഛൻ ഇരിക്കും. വീട്ടുകാർ പറഞ്ഞു, അച്ഛാ അച്ഛൻ ഇരിക്കണം. ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെയും 2 പെൺമക്കളുടെയും മുഖത്ത് കണ്ട ഈ ലൈറ്റിൻ്റെ വെളിച്ചം പോലെയുള്ള സന്തോഷവും പ്രസാദവും പുഞ്ചിരിയും കണ്ടു.
ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവ് ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. തലയിൽ കൊട്ട വെച്ച് മീൻ ചുമ്മി ജീവിച്ച മനുഷ്യനാണ്. ഇപ്പം ഞാനൊരു വിധവയാണ്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആർക്കങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയും? അച്ഛാ എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഈ വീട് അച്ഛാ ഈ പള്ളിക്കാർ വെച്ച്, ഞാൻ ആദ്യമായിട്ട് പോയി, പള്ളിക്കാർ വെച്ച് തന്ന വീടാണ്. അവരിങ്ങനെ വാതിലല്ല വെച്ച് കൊടുത്തത്, 2 മുറിയും ഒരു കിച്ചണും വെച്ച് കൊടുത്തപ്പോൾ അവിടെ പ്രെയർ ഗ്രൂപ്പുകാരൊരു ചാർത്ത് വെച്ചപ്പോൾ അതിൻ്റെ വാതിൽ താണുപോയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ, അച്ഛാ ഇതാണ് ഞങ്ങളുടെ സ്ഥിതി. മൂത്ത മോൾ BCom പഠിച്ചു, മറ്റേ മോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ടൈലറിങ് തയ്യൽ പഠിച്ച് എൻ്റെ കാര്യത്തിലിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാം കണ്ടു കേട്ടു മടങ്ങിപ്പോയി. സെക്കൻഡ് വിസിറ്റിന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വിസിറ്റിന് പോയി. ഇപ്പോൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി, ആദ്യം എന്നോടൊന്നും പറഞ്ഞില്ല, കാരണം മറ്റവരൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ദൈവമേ ഉള്ളൂ അച്ഛാ, ദൈവമേ ഉള്ളൂ. ഈ 2 പെൺമക്കൾ വിവാഹിതരാകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. പള്ളി വെച്ച് തന്ന വീടാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛനെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ശരി പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും. കാരണം നിങ്ങളെപ്പോലെ ആവശ്യത്തിലിരിക്കുന്ന ഒരു വിധവയും മക്കളെ എനിക്ക് മറക്കാനൊക്കത്തില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും മടങ്ങിപ്പോയി. പല പ്രാവശ്യം വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു വിസിറ്റിന് വന്നത് ആ ഇടവകയുടെ ശതാബ്ദിയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീടുകളിലും കമ്മിറ്റിക്കാരുടെ കൂടെ പിരിവിന് പോയി. ശതാബ്ദിക്ക് വലിയ പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ കയറും മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ നിന്ന് 5 പൈസ പോലും തന്നാലും വാങ്ങിക്കത്തില്ല, നിങ്ങളും വാങ്ങിച്ചേക്കരുത്, നമുക്ക് വേണ്ട, അവരെ കരപ്പെടുത്തരുത്. ഞങ്ങളവിടെ ചെന്നു ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിസിറ്റിന് വന്നാണ്, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കുറഞ്ഞിരുന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം കാപ്പിയൊക്കെ അടിഞ്ഞു. പറഞ്ഞു കാപ്പിയൊന്നും വേണ്ട. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇരുന്നാട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് സംഭവിച്ചിട്ട് 20-ലേറെ വർഷങ്ങളായി. എൻ്റെ കയ്യിൽ 1000 രൂപ കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു, വേണ്ട ഇത് വേണ്ട. അല്ല അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തല്ലോ ശതാബ്ദിയുടെ ഫണ്ട് റൈസിങ്ങിന് പണിത്. ഞാൻ ഇവർ വീട്ടുവേലയ്ക്ക് പോകുന്നൊരമ്മയാണ്, അതൊക്കെ ഞാൻ അത്രയും തുറന്ന് പറയുന്നത് ശരിയല്ലല്ലോ. 1000 രൂപ കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇത് ഞങ്ങൾ സ്വീകരിക്കത്തില്ല, ഒന്നും വേണ്ട, പിരിവിനല്ല, ഇവിടുന്ന് ഒന്നും വേണ്ട. അല്ലച്ചാ ഇത് വാങ്ങിച്ചേ പോകാവൂ, അല്ലാതെ അച്ഛൻ പോയാൽ എനിക്ക് സങ്കടമാണ്. എന്താ ചെയ്യുക? ഒടുവിൽ ട്രസ്റ്റി അത് വാങ്ങിച്ച് രസീത് കൊടുത്തു. അല്ലാതെ അവിടുന്ന് വിടത്തില്ലായിരുന്നു. ഞാനിവിടെ ഇരിക്കുന്നവരോടൊക്കെ ഒന്ന് ചോദിക്കുക. ഞാൻ ഇന്നലെ സ്തോത്ര കാഴ്ചയൊക്കെ പറഞ്ഞല്ലോ, പള്ളി വെച്ച് കൊടുത്ത വീട്ടിൽ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നൊരു ഭർത്താവ്, ആ വീടിൻ്റെ ധനാഗമന മാർഗത്തിൻ്റെ ഉടമയായി ജീവിച്ചിരുന്ന ഭർത്താവ് പോയപ്പോൾ ഞാൻ അവിടുന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും ഈ അമ്മ പിടിച്ച അന്നത്തെ 1000 നിന്ന് ഒരു 1,00,000 വിലയുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അവർ തന്നതിന് അതിൽ കൂടുതൽ വിലയുണ്ട്. എന്നിട്ട് പോയി. അപ്പോൾ അത് വാങ്ങിക്കാതെ രക്ഷയില്ല, പോയി. എനിക്ക് കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. ദൈവമേ, ഈ പാവപ്പെട്ട വിധവയുടെ ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുക? പോയി. പിന്നത്തെ വിസിറ്റിന് മുമ്പ് ഈ സ്ത്രീയുടെ അമ്മായിയപ്പൻ, ഭർത്താവിൻ്റെ അപ്പൻ, എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ മരുമോടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം അറിയാവോ? ഞാൻ പറഞ്ഞു, അറിയാം അപ്പച്ചാ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല അച്ഛൻ അറിയത്തില്ല. എന്നോട് പറഞ്ഞു, കേൾക്കണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അച്ഛാ, ഞാൻ മുകളത്തെ വീട്ടിൽ, താഴെയാണ് വീട് വെച്ചിരിക്കുന്നത്. ഞാൻ രാവിലെ രാവിലെ 4 മണിക്കൊക്കെ ഉണരും. നോക്കുമ്പം ഈ മരുമകൾ നല്ല മോളെന്ന് പറഞ്ഞു, ഈ മോടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ കത്തി പ്രകാശിക്കുന്ന വെളിച്ചം ജനലിൽ കൂടെ വരുന്നത് കണ്ടു. ഞാൻ ചെന്ന് നോക്കി എന്താണെന്ന്. കാരണം 4 മണിക്ക് എന്തിനാ ഈ അമ്മയും മക്കൾ എഴുന്നേറ്റിരിക്കുന്നത്? ഞാൻ ചെന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഈ അമ്മയും 2 പെൺമക്കളും തല നിലത്ത് കുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. മർത്തോമാക്കാരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ടോ? തല കുനിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഈ അമ്മയും എന്താ അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടച്ചാ. ദൈവമേ, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്കൊരപ്പൻ സ്വർഗത്തിലുണ്ട്, ഞങ്ങളുടെ ഈ 2 പെൺമക്കളെ കെട്ടിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ദൈവമേ, സ്വർണവുമില്ല, പണവുമില്ല, സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളാ ചാച്ചാ. അവരെ അച്ഛൻ സഹായിക്കണോ പ്രാർത്ഥന? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതോട് ചോദിക്കുക, ലക്ഷങ്ങളും കോടികളും ബാങ്കിൽ വെച്ചിട്ട് മക്കളുടെ പഠിത്തവും ജോലിയും വിവാഹവും ഒരുക്കുവാൻ ഇരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഇതൊരു നീണ്ട സംഭവമാണ്. ഞങ്ങളുടെ അവിടെ ലോറി, കാറ്,
ടൂറിസ്റ്റ് ബസ് ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ദൂരെ നിന്നൊരാൾ പെണ്ണ് കാണാൻ ഒരു വീട്ടിൽ വന്ന ആളിൻ്റെ ഒരു കാലിനൊരു മുടന്തുണ്ട്, മറ്റേ കാലിന് കുഴപ്പമില്ല, മുടന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരു ധനാഢ്യനായ വീട്ടിലെ വലിയ പണമാണ്, ഇഷ്ടം പോലെ പണമുണ്ട്. ഒരു പെണ്ണിനെ കാണാൻ വന്നപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഒരു കാലിന് ഇങ്ങനെയുള്ളവനൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ കൊണ്ടുവന്ന ബ്രോക്കർ, എന്നെ സഹായിക്കുന്ന ആൾ പറഞ്ഞു, അവർക്ക് വേണ്ടെന്ന് ചോദിച്ചാൽ ഇവർക്ക് വലിയ കമ്പനിയൊക്കെ ഉണ്ട്, കണക്കൊക്കെ അറിയാവുന്ന എഴുതുന്ന ഒരാൾ വേണം, കൊമേഴ്സൊക്കെ പഠിച്ച ഒരാൾ വേണം. ഇപ്പം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊമേഴ്സ് പഠിച്ചൊരു ബികോംകാരി പെൺകുട്ടിയുണ്ട്, പക്ഷേ പണമില്ല, സുന്ദരിയൊക്കെയാണ്, അവർക്ക് വീട്ടിലൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പഠിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു, എന്തായാലും നമ്മൾ വന്ന ഒരു നോട്ടീസും കൊടുക്കാതെ ഇവരുടെ കാറ് നേരെ വിട്ടു ഈ കുടിൽ. അവരെങ്ങനെ കയറിയെന്നറിയാമോ? ഈ ചെറുക്കനും അപ്പനും അമ്മയും വന്നവരൊക്കെ തല കുനിച്ച് ആ വീട്ടിൽ കയറി. ഇരിക്കാൻ അന്നും ഒരു കസേര ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിൽ വന്ന ആ ചെറുക്കനെ ഇവിടെ ഇരുന്ന് മറ്റൊരു നിന്നെന്നാണ് പറഞ്ഞത്. വന്ന് കണ്ടു, ഈ പെൺകുട്ടി ബ്യൂട്ടി പാർലറൊന്നും പോയി ഒരുങ്ങിയൊന്നുമില്ല. വീട്ടിലിരുന്ന പെൺകുട്ടി ഒന്നൊരുങ്ങി അവരുടെ വീടുമ്പിലോട്ട് വന്ന് നിന്നു. പേര് ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ഞങ്ങളുമായിട്ട് സംസാരിക്കാം. അവർ മടങ്ങിപ്പോയി, നടന്ന കാര്യമാണ്. ഇവർ മടങ്ങി അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമാണ് ഈ വിവാഹം നടത്താൻ. അപ്പം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തരാനില്ല. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുക നിങ്ങളുടെ വീട്ടിൻ്റെ പടിവാതൊക്കെ ചവിട്ടാൻ യോഗ്യതയില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, പെണ്ണിനെ മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചു. ആ വീട് അനുഗ്രഹമായി തീർന്നു. ഇനിയും പലതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് പറയാണ്, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ വന്നിരിക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിൻ്റെ കോടികളല്ല നിൻ്റെ പുഞ്ചിരിക്കും സന്തോഷത്തിനും അടിസ്ഥാനം. നിൻ്റെ പൂർവിക സമ്പത്തും ഏക്കർ കണക്കിനുള്ള ഈ നിലമ്പൂർ ദേശത്തെ, ചുങ്കത്തറ ദേശത്തെ, മലബാറിലെ എസ്റ്റേറ്റ് കണ്ടുകൊണ്ടല്ല നിങ്ങളും ഞാനും സന്തോഷിക്കേണ്ടത്. ആ അമ്മയെപ്പോലെ ഓരോ അപ്പനും അമ്മയും മക്കളും നെടുമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് യഹോവയാണ് എൻ്റെ ബലമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി തീരണമെന്ന് ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് വരികയാണ്. നയമാനെ എല്ലാവർക്കും പരിചയമുണ്ട്, ആ പെൺകുട്ടിയെ പരിചയമുണ്ട്, സംഭവം പരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ വേദഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാതെ സമയം ലാഭിക്കാൻ വേണ്ടി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. സംഭവം അറിയാമല്ലോ, ആരാം രാജാവിൻ്റെ സേനാപതി നയമാൻ, വലിയ മാന്യൻ, മഹാൻ, പരാക്രമശാലി. എല്ലാവരും വിളിക്കുന്നത് പപ്പ എന്നാണ്, നാട്ടുകാരെല്ലാം വിളിക്കുന്നത് പപ്പ എന്നാണ്, എല്ലാവർക്കും ഇഷ്ടം, വലിയ ആളാണ്. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ ആദ്യം പറയുന്ന എൻ്റെ ക്യാപ്ഷൻ ഇതാണ്: എല്ലാം ഉണ്ടായിട്ടും ഒരു സന്തോഷമില്ലാത്തവൻ. രാജാവുണ്ട്, കൊട്ടാരത്തിൽ ഒരു ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വില്ല കൊടുത്തിട്ടുണ്ട്, സുന്ദരിയായിരിക്കുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാമുണ്ട്. സാലറിയോ ആ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്നയാൾ ആരാണെന്നറിയാമോ? കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കിങ് ഓഫ് ആര. അവിടുത്തെ ഏറ്റവും വലിയ ആളാണ്. രാജാവേ ഉള്ളൂ മുകളിൽ, അടുത്ത ആളാണ്, ഇതെല്ലാം ഉള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം ഉണ്ടായിട്ടും, രാജാവ് വലങ്കൈയായിട്ടുണ്ടായിട്ടും ചിരിക്കാത്തവൻ, അവനാണ് നയമാൻ. ഈ നയമാൻ എന്തൊക്കെയുണ്ടെന്ന് ഓരോന്ന് ചിന്തിക്കാം. ഒന്ന്, നയമാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നയമാൻ എന്ത് തൊട്ടാലും അത് പൊന്നാകും. അവിടെ എഴുതി വെച്ചിങ്ങനെയാണ്: നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ, നയമാന് പറയാണ്, തോറ്റ ചരിത്രം എനിക്കില്ല, ഇന്ന് വരെ തോറ്റ ചരിത്രം എനിക്കില്ല. ഈ ഇസ്രായേൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ലേ, അവരെ പോലും മുട്ടുകുത്തിച്ച രാജാവിൻ്റെ പടയാളിയാണ്, കമാൻഡറാണ് അദ്ദേഹം. തൊടുന്നതെല്ലാം പൊന്നാകും. അങ്ങനെ ചിലരൊക്കെ ഇന്നിവിടെ വന്നിട്ടുണ്ടാവും. രണ്ടാമത് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്ന പേരെന്നറിയാമോ? റെസ്പെക്റ്റഡ്, ഓണറബിൾ. നമ്മുടെ ഗവർണറെയും നമ്മുടെ പ്രസിഡൻറ്റിനെയും ജഡ്ജിയും ഒക്കെ, സുപ്രീം ജഡ്ജിമാരെയൊക്കെ വിളിക്കുമ്പോഴാണ് ഓണറബിൾ ജഡ്ജ്, ഓണറബിൾ പ്രസിഡൻറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. നയമാനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും വിളിക്കുന്നത് അറിയാമോ? ഓണറബിൾ നാമാൻ എന്നേ വിളിക്കത്തുള്ളൂ, ബഹുമാന്യനാണ്. 3, മഹാൻ.
ലോകത്തിൽ 2-3 പേരുടെ പേരിൻ്റെ കൂടെ ഉള്ളൂ ഗ്രേറ്റ് എന്നുള്ളത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ ദ ഗ്രേറ്റ്, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ഈ ആളിൻ്റെ പേരിൻ്റെ കൂടെ ബൈബിളിൽ വെച്ചിരിക്കുകയാണ് നയമാൻ ദ ഗ്രേറ്റ്, നയമാൻ്റെ വലിയ മഹാനായ നയമാൻ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, എന്താ ഇല്ലാത്ത. അത് കഴിഞ്ഞിട്ട് പരാക്രമശാലിയാണ്. ഒരുത്തനും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് എതിര് പറഞ്ഞ് രക്ഷപ്പെടാനൊക്കത്തില്ല. അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാണ്. പരാക്രമശാലിയാണ്, കടിച്ചു കീറുന്നവനാണ്. അത്രമാത്രം ശക്തിയും തീഷ്ണതയും പ്രബലതയുമുള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവർ വിളിക്കുന്ന പേരാണ് പിതാവേ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ 13ാമത്തെ വാക്യത്തിലുണ്ട് പിതാവേ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാണുന്നവരൊക്കെ സാറെന്ന് വിളിക്കും, ടീച്ചർ, മാഡം എന്ന് വിളിക്കും, അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അങ്കിളെന്ന് വിളിക്കും, അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിക്കും. എല്ലാവരും അങ്ങനെ വിളിക്കും, ആരും പേര് വിളിക്കത്തില്ല. ഇത്രമാത്രം അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം എന്നറിയാം, പൊസിഷനുണ്ട്, പൊസഷനുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്. ഇല്ലാത്തതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല, എല്ലാമുണ്ട്. എന്നാൽ നയമാനെ നാട്ടുകാരൊക്കെ ബഹുമാനിക്കുമെങ്കിലും അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ അപ്പം ഇവിടെ വന്നാൽ ഓർക്കണം, ഇതുപോലെ ഭയങ്കര യൂണിഫോമൊക്കെ ഇട്ടിരിക്കുകയാണ്. സ്റ്റാറൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു, പോക്കറ്റിൻ്റെ അവിടെ സ്റ്റാർ, ബെൽറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് എല്ലാം. അപ്പോഴാണ് മാന്യൻ, മഹാൻ, പരാക്രമശാലി, വിജയാളി എന്നൊക്കെ വിളിക്കുന്നത്. എല്ലാം ഉണ്ട്. നമ്മുടെയൊക്കെ വേഷവും ഭാവവും കാണുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെയാണ് തോന്നുക. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കുപ്പായം അങ്ങ് ഊരിക്കഴിയുമ്പോൾ വീട്ടിലുള്ളവർക്ക് കാണാം നയമാൻ്റെ ശരീരം. അപ്പോൾ ഈ കുപ്പായത്തിൻ്റെ, യൂണിഫോമിൻ്റെ അടിയിൽ ഒരു പോരായ്മയുണ്ടായിരുന്നു. അതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേര് കുഷ്ഠരോഗം എന്നാണ്. ഞാൻ ആ രോഗത്തെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിൻ്റെ സന്തോഷം കെടുത്തുന്ന ഒന്ന് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു, ഈ കുപ്പായത്തിൻ്റെ അടിയിലുണ്ടായിരുന്നു. അത് വീട്ടിൽ വരുമ്പോഴാണ് കാണുന്നത്, നാട്ടുകാർക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇത് മാറ്റുമ്പോൾ ഈ കാണുന്ന ബലഹീനത കാണുമ്പോൾ ഭാര്യ താടിക്ക് ഇങ്ങനെ കൈ കൊടുക്കും. ദൈവമേ, ഞങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ ദൈവം, ഒന്നുമില്ലാത്തതില്ലല്ലോ. ആകെ ഇല്ലാത്തത് ഞങ്ങളുടെ ഭർത്താവിൻ്റെ ഈ ഒരു ബലഹീനത മാത്രം. ബാക്കി ഒന്നും ആ വീട്ടിലില്ലാത്തതില്ല, എല്ലാമുണ്ട്. പക്ഷേ ഉടുപ്പൂരുമ്പോൾ, കുപ്പായം ഊരുമ്പോൾ അതിനുള്ളിൽ ആരും കണ്ടിട്ടില്ലാത്ത, കാണാത്ത ഒരു ബലഹീനത, ഒരു ന്യൂനത, ഒരു കുറവ് ഇതുണ്ട്. ഇത് കാണുമ്പോൾ ഭാര്യ താടിക്കിങ്ങനെ കൈ കൊടുത്ത് ദുഃഖിച്ചിരിക്കും. ഭാര്യ ഇങ്ങനെ താടിക്ക് കൈ കൊടുക്കുമ്പോൾ ഭർത്താവ് ചോദിക്കും, എന്താടി നിൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? അവരൊന്നും പറയത്തില്ല, കാരണം ഇത് പറയാനൊക്കത്തില്ലല്ലോ. ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ ഭർത്താവും വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈവെക്കും. 2 പേർക്കും ദുഃഖം. എന്താ ദുഃഖത്തിന് കാരണം എന്നറിയാമോ? ജോലിയില്ലാഞ്ഞല്ല, ശമ്പളമില്ലാഞ്ഞല്ല, വില്ലായില്ലാഞ്ഞല്ല, പേരും പ്രശസ്തി ഇല്ലാഞ്ഞല്ല, സ്ഥാനവും മാനവും പദവിയില്ലാഞ്ഞല്ല. ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇല്ലാത്തതൊറ്റക്കാര്യം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാം ഉണ്ടെങ്കിലും വേണ്ടതില്ലെങ്കിൽ നമ്മുടെ സന്തോഷം മുഴുവൻ സങ്കടമായിട്ട് തീരും. ഒരു സംശയമില്ല, എല്ലാം നമുക്കുണ്ടെന്ന് വിചാരിക്കുക. വേണ്ടത് ഒരെണ്ണമില്ലെങ്കിൽ എല്ലാം നേടിയതെല്ലാം ഒന്നുമില്ല. എന്നാൽ പാടിയതുപോലെ എല്ലാം മിഥ്യയായിട്ട് തീരും, പ്രിയപ്പെട്ടവരെ, ആയിത്തീരും. അപ്പോൾ 2 പേരും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ആ വീട്ടിൽ അവർക്ക് ആഹാരം വേണ്ട. വേലയ്ക്ക് നിൽക്കുന്ന കൊച്ചു വന്ന് പറയും, അമ്മാമ്മേ, മമ്മി എല്ലാം റെഡിയായി. അപ്പം പറയും, നിങ്ങൾക്ക് വേണേൽ പോയി കഴിച്ചോ, എനിക്ക് വേണ്ട. അപ്പം ഭർത്താവ് പറയും, നിനക്ക് വേണ്ടായാലും എനിക്കും വേണ്ട. എന്താ കാരണം? ഒറ്റ വിഷയമുള്ളൂ, ഉടുപ്പിനടിയിൽ ആരും കാണാതെ മറച്ച് വെച്ചിരിക്കുന്ന എന്തോ ഒന്നുണ്ട്. ആ ഒറ്റ കാരണത്താൽ ഇല്ല. അപ്പം യേശു വിളമ്പ് വെച്ചേക്കും, ചൂടും പോവും, എല്ലാം പോവും. പിന്നെ കഴിക്കാൻ ചെല്ലുമ്പോൾ പറയും, ഇതിന് രുചിയില്ല. അത് കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പം 2 പേർക്കും ഉറക്കം വരത്തില്ല. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധിയാണ് നയമാൻ. പണ്ടുണ്ടായിരുന്ന നമ്മുടെ ഓലക്കുടിൽ മാറി നമ്മൾ 2-3 മുറിയുള്ള ഒരു നില കെട്ടിടം പണിതിരുന്നു. വിചാരിച്ചു, ഓല മാറിയപ്പോൾ, ഓട് വന്നപ്പോൾ സന്തോഷം. ഇപ്പം കാലം മാറിയപ്പോൾ ഒരു നില ഓട് മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു.
അപ്പം വിചാരിച്ചു ഇപ്പോൾ സന്തോഷമാകുന്നു, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു നില കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ 2 നില പണി കണ്ടപ്പോൾ അടുത്ത സ്റ്റോറി പണിതു, മുകളിലോട്ട് 2 സ്റ്റോറിയുടായിട്ട് അങ്ങോട്ട് പണിതു. അപ്പം വിചാരിച്ചു സന്തോഷമായി. അപ്പം വിചാരിച്ചു നമുക്കിനി ആധുനികമായിരിക്കുന്ന കട്ടിലും മെത്തയും മോഡേൺ എക്യുപ്മെൻറ്റ്സും ടിവിയും മൊബൈലും വാട്സപ്പും ലാപ്ടോപ്പും എല്ലാം കൊണ്ട് വെച്ച് നോക്കി നമ്മുടെ സന്തോഷം ശരിയാവുന്നു. ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ആർക്കും ചോറിനും കറിക്കും ബിരിയാണിക്കും ചിക്കനും മീനും രുചിയില്ല. പണ്ടിതൊക്കെ ആണ്ടിൽ 2 പ്രാവശ്യമൊക്കെ കഴിക്കത്തുള്ളായിരുന്നു ചിക്കനും ബീഫും ഒക്കെ, ഈസ്റ്റർ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും. ഇപ്പോഴല്ല, ഒരു 50, 60, 70 കൊല്ലം മുമ്പ്. അല്ലാതെ ആരാ ചിക്കനൊക്കെ കൂട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ബീഫ് കൂട്ടിയിട്ടുള്ളത് അന്നത്തെ കാലത്ത്? അന്ന് ഈ പശുവിനെ കറന്ന് പാല് കിട്ടിയെങ്കിലേ നമുക്ക് അരി വാങ്ങിക്കാനൊക്കത്തുള്ളായിരുന്നു. ഇപ്പം പശുവിനൊന്നും കൊല്ലുന്ന ഒക്കെ വളരെ കുറവായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ വല്ലപ്പോഴും മാത്രം. ഇന്നെല്ലാം ഉണ്ട്, ഒരു രുചിയില്ല. നല്ല എയർ കണ്ടീഷൻ്റെ വീടാണ്, ഫാനും ഉണ്ട്, ഉറക്കം വരത്തില്ല. നയമാൻ്റെ വീട്ടിലെ സ്ഥിതി അതായിരുന്നു, ഒരു സന്തോഷമില്ല. സക്കായിയുടെ വീട്ടിലെ സ്ഥിതിയും ഇതായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഒരു സന്തോഷമില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം ഉണ്ടായിട്ടും സന്തോഷിക്കാത്തവരായിട്ട് ഇന്നിവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നയമാൻ നമ്മോട് പറയാണ്, എനിക്ക് വന്നതുപോലെ നിങ്ങൾക്ക് വരരുത്, എനിക്ക് വന്നതുപോലെ നിങ്ങൾക്ക് വരരുത്. എന്നെ ഒരിക്കൽ ഒരാൻറ്റി വിളിച്ചു, എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, ആരെന്നും പറയത്തില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം. എനിക്കെന്താണെന്ന് അറിയില്ലായിരുന്നു, ഫോണിലാണ് വിളിച്ചത്. ഞാനവിടെ ചെന്നു. ആ വീടിന് 25,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ട്. കഥയല്ല, കപടവുമല്ല, 25,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ട്. ഞാൻ ആ വീട് കണ്ട് ഞെട്ടിപ്പോയി. എല്ലാം മോഡേൺ എക്യുപ്മെൻസും ഉണ്ട്. ഞാനവിടെ ചെന്നിരുന്നപ്പോൾ ഈ ആൻറ്റി വന്ന് ലിവിങ് റൂമിലിരുന്ന് എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എന്തിനാച്ചാ വീട്, എന്തിനാച്ചാ പണം എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉന്നത നിലയിലുള്ള ഒരു ഭവനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരു സന്തോഷമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാരകമായ ഒരു രോഗം ആ പിതാവിന് പിടിപെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്നും വയ്യ, ചിരിക്കാനും വയ്യ, സംസാരിക്കാൻ വയ്യ, ഒന്നും വയ്യ. അപ്പം അച്ഛ ആ മുറിയിലാണ്, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ചോദിച്ചു, സംസാരിക്കാനും ചിരിക്കാനും വയ്യാത്ത ആൾ എങ്ങനെ കഴിക്കും? അപ്പം എന്നോട് പറഞ്ഞ, അച്ഛാ, ഇവിടെ കിഴിച്ചൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. എന്താ കഴിക്കുന്നത് അറിയാവോ? 25,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിട്ടും കഴിക്കുന്നത് ഒരിഡ്ഡലി നടുവേ മുറിക്കും, അതിൻ്റെ പകുതി എടുത്ത് മിക്സിയിലിടും, അരക്കപ്പ് പാല് ഒഴിക്കും, വെള്ളം കൂടെ ചേർത്ത് അരക്കപ്പ് ഒഴിക്കും, മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കഴിക്കുന്നത്. അച്ഛാ, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞച്ചാ, ഉറക്കവുമില്ല, സമാധാനമില്ല, ഇഷ്ടം പോലെയുണ്ട്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ എൻ്റെ നിങ്ങളുടെ സന്തോഷം കെടുത്തുമ്പോൾ നയമാൻ പറയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഇങ്ങനെ ദുഃഖിക്കുന്ന ഒരാളാണ്. ബൈബിളിലെ ആഹാബ്, ശൗൽ രാജാവ്, എത്രയോ കഥാപാത്രങ്ങളുണ്ട്. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അവർക്കൊക്കെ രാജസിംഹാസനവും കൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സന്തോഷമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ഉണ്ടായിട്ടും പുഞ്ചിരിക്കാത്ത നയമാനും ഭാര്യയുമാണ് ആദ്യത്തെ കഥാപാത്രം. 2, ഒന്നും ഇല്ലാതിരുന്നിട്ടും, ആരും ഇല്ലാതിരുന്നിട്ടും എപ്പോഴും സന്തോഷിക്കുന്നവൾ. ഒന്നുമില്ല, ആരുമില്ല, ആ അനുഭവത്തിൽ ജീവിച്ചവളാണ് അവളുടെ വീട്ടിൽ കവർച്ചപ്പടിയായി പിടിച്ചുകൊണ്ടിരുന്ന അടിമ പെൺകുട്ടി. ഒക്കെ എന്തൊക്കെ ഇല്ലെന്ന് പറയാം. പേരില്ല, കാരണം വേറൊരു നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. പേരില്ല, അപ്പനുണ്ട്, പക്ഷേ ഇനി ഒരിക്കലും അപ്പനെ കാണാനൊക്കത്തില്ല. അമ്മ എവിടെയോ ഇവളെപ്പോലെ അടിമയായിട്ട് പോയിരിക്കുകയാണ്, ഇനി അമ്മയെ കാണാനൊക്കത്തില്ല. വീടുണ്ടായിരുന്നു, വീട് പോയി. എന്തൊക്കെയോ വസ്ത്രങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം പോയി. എന്തൊക്കെ ഒന്നുമില്ല. അപ്പനില്ല, അമ്മയില്ല, പണമില്ല, വീടില്ല, സ്നേഹിക്കാനല്ല സഹോദരങ്ങളില്ല, ഒന്നുമില്ലാത്ത അനാഥയായിരിക്കുന്ന ഒരടിമ പെൺകുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ നമുക്കൊന്ന് കണ്ടെത്താം. അവളെ ചോദിക്കാം, മോളെ, നീ ഈ വീട്ടിലിങ്ങനെ വേലക്കാരിയായി അടിമയായിട്ട് വന്ന് ജീവിക്കുകയാണല്ലോ മോളെ, എന്താണ് നിൻ്റെ ജീവിതമെന്ന് ചോദിക്കാം. അപ്പോൾ ഈ താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരുന്ന ഈ അമ്മാമ്മ ഈ പെൺകുട്ടി എപ്പോഴും നോക്കാറുണ്ട്. അവൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, വീടെല്ലാം തൂത്ത് വൃത്തിയാക്കും,
മുറ്റമെല്ലാം വൃത്തിയാക്കും. രാവിലെ അവിടുത്തെ പപ്പ ഉണരും മുമ്പ് 2 പേർക്കും ട്രേയിൽ ബെഡ് കോഫിയുമായിട്ട് ചെന്ന് അവിടെ കൊണ്ട് കൊടുക്കും. എത്ര മണി ഇവർ ഉറങ്ങുമ്പോഴാണ് ഇവൾ കോഫി ഉണ്ടാക്കുന്നതും ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, അമ്മാമ്മേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം? ഇപ്പം പറയും, ഇന്ന് രാവിലെ വെള്ളയപ്പവും ഇറച്ചിക്കറിയുമാണ്. അമ്മ കൊണ്ടുവരാം അമ്മാമ്മ എന്ന് പറഞ്ഞ് അവൾ പോയി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ ചോദിക്കും, അമ്മാമ്മ ഇന്ന് ലഞ്ചിന് എന്താണ് വേണ്ടത്? അതും റെഡിയാക്കും. അത് കഴിയുമ്പം അവിടുത്തെ ചെടിക്കെല്ലാം വെള്ളം കോരി ഒഴിക്കും, എല്ലാം ചെയ്യും. ഈ അമ്മാമ്മ ഈ പെൺകുട്ടിയെ നോക്കും. വൈകിട്ട് അവൾക്ക് കട്ടിലില്ല, ആഹാരം കഴിക്കുന്നത് താഴെ ഇരുന്നാണ്. യജമാനത്തെയും നല്ല പ്ലേറ്റിനകത്തും നല്ല ടേബിളിലൊക്കെ ഇരുന്ന് സുന്ദരമായിട്ട് കഴിക്കുമ്പോൾ ഇവർ കഴിച്ചതിൻ്റെ എച്ചിലൊക്കെയാണ് ഈ പെൺകുട്ടി താഴെ ഇരുന്ന് കഴിക്കുന്നത്. നല്ലതൊന്നും കൊടുക്കില്ല, അടിമയാണ്. കിട്ടില്ല, കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, ഇതെല്ലാം അവൾ കഴിക്കും. അവൾക്കൊരു പരാതിയില്ല. ഇതാണ് ഈ പെൺകുട്ടിയുടെ പ്രത്യേകത. മറ്റേ കോടീശ്വരനും കോടീശ്വരിയും താടിക്ക് കൈ കൊടുത്തിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇല്ലാത്തതെന്താ? എല്ലാമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്താ ചിരിക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിക്കൊരു പരാതിയില്ല. ഇഷ്ടം പോലെ വസ്ത്രം നമുക്കുണ്ട്, ഇഷ്ടം പോലെ ആഹാരമുണ്ട്, സുന്ദരമായിരിക്കുന്ന വീടുകളുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടി കാണിക്കുന്ന സന്തോഷം നിങ്ങളുടെ എൻ്റെയും കൊട്ടാരങ്ങളിൽ നിന്നുണ്ടോ? നമ്മുടെ ജോലിയിലുണ്ടോ? നമ്മൾ വീട്ടിൽ വിചാരിക്കുക, ഒരു ദിവസം നമ്മൾ വീട്ടിലൊക്കെ സഹായിക്കാൻ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. നാളെ രാവിലെ വിളിച്ച് പറയുകയാണ്, അമ്മാമ്മ ഇന്ന് ഞാൻ വരത്തില്ല. ഓ, ഈ അമ്മാമ്മ 2 കൈയും, മറ്റേ സ്ത്രീ 1 കൈയേ വെച്ചോളൂ. ഈ അമ്മാമ്മ ഇപ്പം നമ്മളിങ്ങനെ 2 കൈയും കൊടുത്തിരിക്കും. ഓ, ഇവിടെയൊക്കെ പിന്നെ കൂലിയും കൊടുത്ത് ശമ്പളവും കൊടുത്ത് നിർത്തിയിട്ട് എന്നാ പ്രയോജനം? ഇന്ന് മുഴുവൻ ഞാൻ തൂക്കണം, ഞാൻ കഴുകണം, എല്ലാം ചെയ്യണം. ഒരു ദിവസം ആ പെൺകൊച്ചൊരു അവധി എടുത്തേ ഉള്ളൂ, നമ്മുടെ സന്തോഷം പോവുകയാണ്. എന്നാൽ ഈ പെൺകുട്ടി ആണ്ടിൻ്റെ 365 ദിവസവും അവളെ സ്നേഹിക്കാൻ ആരുമില്ല, മോളെ എന്ന് വിളിക്കാൻ ആരുമില്ല, ഒന്ന് തലോടാൻ ആരുമില്ല, മോളെ നിൻ്റെ വയറ് നിറഞ്ഞോ എന്ന് ചോദിക്കാൻ ആരുമില്ല. തന്നെ എടുത്ത് എച്ചിൽ കഴിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷം. ഒരു ദിവസം ഈ യജമാനത്തി, നയമാൻ്റെ ഭാര്യ, ഈ മോളോട് ചോദിച്ചു, മോളെ ഞങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ മോളെ, ഞങ്ങൾക്ക് എന്താ ഇല്ലാത്തേ? രാജാവിൻ്റെ അടുത്ത ആളാണ് എൻ്റെ ഭർത്താവ്, എനിക്കറിയാമോ എൻ്റെ ഭർത്താവ് ആരാന്ന്? അയ്യോ, ഇത്രയും വലിയൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത്, ഞങ്ങൾക്ക് നല്ല വീട് സൗകര്യമൊക്കെ ഉണ്ട് മോളെ. എന്നാ മോളെ, നിൻ്റെ ചിരി എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ലടി. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദ ജോയ് ഓഫ് യുവർ ലൈഫ്? എന്താണ് നിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം? അപ്പോൾ ഈ അമ്മാമ്മ കണ്ടിട്ടുണ്ട്, ഇവിടെ ചൂലെടുത്ത് തൂക്കുമ്പോൾ ഒരു പാട്ട് പാടും, ഒരു മൂളിപ്പാട്ട് പാടും. മാമയ്ക്ക് മനസ്സിലാകത്തില്ല ഈ പാട്ട് എന്താണ്. അപ്പം ഇങ്ങനെ ഉറക്കിയല്ല പാടുന്നേ, അവൾ പാട്ട് പാടിക്കൊണ്ടാണ് തൂക്കുന്നത്. നമ്മളൊക്കെ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, കറണ്ടൊന്ന് പോയാൽ പറയും, ഓ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം, KSEB കറണ്ടില്ല. ഒരു ദിവസം വെള്ളം വന്നില്ലേ പറയും, അതില്ല. നമ്മുടെയൊക്കെ കംപ്ലയിൻറ്റ് ബോക്സസ് ആയിട്ട് ജീവിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ഒരു പരാതിയില്ല, എന്ത് ജോലി ചെയ്താലും ചെയ്യാൻ റെഡിയാണ്. അപ്പം ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് ഇങ്ങനെ ചിരിക്കാൻ കഴിയും? നീ താഴെ കിടക്കുമ്പോൾ ഞങ്ങൾ MFO മെത്തേ കിടക്കില്ലയോ? നീ ഇവിടെ ഇതെല്ലാം കഷ്ടപ്പെട്ട് നിനക്ക് എന്താണ് മോളെ എപ്പോഴും ചിരിയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ മോൾ പറഞ്ഞു, അമ്മാമ്മേ ഞാൻ പറയാം എൻ്റെ ചിരിയുടെ രഹസ്യം എന്നാണ്. പറഞ്ഞു, എൻ്റെ ചിരിയുടെ രഹസ്യം ഞാനൊരു പാട്ടിലൂടെ പറയാം അമ്മാമ്മ, അമ്മാമ്മ കേട്ടോ. ഇതാണ് എൻ്റെ ഇതുള്ളൂ, എനിക്ക് അല്ലാതെ ഒന്നും സന്തോഷിക്കാനില്ല. എനിക്ക് അമ്മാമ്മയ്ക്കറിയാം എൻ്റെ അപ്പനെ എനിക്കിനി കാണാൻ ഒക്കത്തില്ല, നിങ്ങൾ എവിടെയോ പിടിച്ചോണ്ടിട്ടു. എൻ്റെ അമ്മ എൻ്റെ പൊന്നമ്മയായിരുന്നു. ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മ തന്നുകൊണ്ടിരുന്ന അമ്മയാണ്. ആ അമ്മയെ എനിക്കിനി ഒരിക്കലും കാണാനൊക്കത്തില്ല. എൻ്റെ ചാച്ചനും ചേച്ചിയും അവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അവരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട അമ്മ. എനിക്കൊരു പരാതിയില്ല അമ്മാമ്മേ. എന്താ കാര്യം എന്ന് പറഞ്ഞു. ഇതാണ് പാടിയത്, നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്. ആ പാട്ടാണ് ആ പെൺകുട്ടി എൻ്റെ ഭാഷയിൽ, ഞാൻ എൻ്റെ ഭാവനയെ പറയാണ് ഈ പാട്ട് പാടി കേൾപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഒരുമിച്ച് പാടാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. അമ്മാമ്മേ, എൻ്റെ ചിരിക്കൊറ്റ രഹസ്യമേ ഉള്ളൂ, മറ്റൊന്നും അമ്മാമ്മയ്ക്കുള്ളതൊന്നും എനിക്കില്ലല്ലോ അമ്മാമ്മേ. പക്ഷെ എനിക്കൊന്നുണ്ട് അമ്മാമ്മേ,
ഒന്നുമില്ലെങ്കിലും എനിക്കൊന്ന് എന്നറിയാവോ, യഹോവ ദൈവമായിരിക്കുന്ന ജനമുണ്ടല്ലോ, ഭാഗ്യമുള്ളവരാണെന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിക്കുക മാത്രമല്ല, ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. യഹോവ, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് ബാങ്കിൽ പണം കടന്നിട്ടാണ് ഇന്ന് പലരും നമ്മൾ ജാട കാണിക്കുന്നത്, പൊങ്ങച്ചം കാണിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കൊറോണ വൈറസ് പിടിച്ച വെള്ളത്തിൽ പോകും. ഞാൻ കൊറോണ കാലത്ത് മദ്രാസിലാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്തായിരുന്നു ഒത്തിരി ഹോസ്പിറ്റൽസും മെഡിക്കൽ കോളേജും പള്ളിക്കടുത്തുണ്ട്. മെഡിക്കൽ കോളേജ് തന്നെ ഒത്തിരിയുണ്ട്. അവിടെയൊക്കെ മൈൽ കണക്കിനാണ്, കിലോമീറ്റർ കണക്കിനാണ് ആംബുലൻസിൽ രോഗികളെന്ന് കടത്തിയിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള MGM ഹോസ്പിറ്റലുണ്ട്. അവിടെ പേര് ഞാൻ പറയേണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഗായകനെ കോവിഡ് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് പത്രത്തിലൊക്കെ ന്യൂസ് വന്നു, വലിയ വാർത്തയാണ്. വലിയ ഗായകൻ അവിടെ അഡ്മിറ്റായി. അദ്ദേഹത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് പോലും കൊടുക്കാൻ കൊടുത്തു. അപ്പോൾ ഒരു ദിവസം വാട്സപ്പിൽ മെസ്സേജ് വന്നു, അദ്ദേഹത്തിൻ്റെ ബില്ല് 2 കോടിയായി. തീർന്നില്ല, പിന്നെയും ചികിത്സിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വാർത്ത വന്നു, മരിച്ചുപോയി. എൻ്റെ പാഴ്സനേജിൻ്റെ മുമ്പിൽ കൂടി ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരും പറഞ്ഞു തേണ്ട കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കണ്ടു. ഏകദേശം 3 കോടിക്കടുത്ത് ചിലവഴിച്ചിട്ടും കൊറോണ എന്ന് പറഞ്ഞ മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മജീവിയുടെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ ഒത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് എന്തറിയാമോ, എനിക്ക് കോടികളും ലക്ഷങ്ങളും കൊട്ടാരങ്ങളും ഇല്ലെങ്കിലും എൻ്റെ ബലം ആരാന്നറിയാവോ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും അമ്മാമ്മേ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയാണ് അമ്മാമ്മേ. അതുകൊണ്ട് ഞാൻ എന്തിനാ പേടിക്കും, നിങ്ങളെന്നെ അടിമയല്ല പട്ടിണി കിട്ടാലും ഞാൻ പറയും ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന്. ഭാഗ്യമുള്ള വ്യക്തിയാണ്. വിഡോവേഴ്സായിട്ടും വിഡോസായിട്ടും ഉള്ളവരുടെ കാണും. മക്കളൊക്കെ ദൂരെ പോയതുകൊണ്ട് ഒറ്റയ്ക്ക് പാർക്കുന്നവർ കാണും. ഒന്നിച്ച് പാർത്തിട്ട് പോലും വീട്ടിലാർക്കും എന്നെ ഇഷ്ടമില്ല, എന്നോടൊന്നും പറയത്തില്ല, എന്നെ ഒറ്റപ്പെടുത്തി ചിന്തിക്കുന്നവരുടെ കാണും. ചില കുഞ്ഞുങ്ങൾ പോലും വിചാരിക്കും ഡാഡിക്കും മമ്മിക്കും എന്നോട് ഇഷ്ടമില്ല ചിന്തിക്കുന്നവരുണ്ടാകാം. പലതരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവർ ചോദിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം മറ്റൊന്നുമാക്കരുത്, ഒന്നുമാക്കരുത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ് കേട്ടപ്പോൾ യജമാനത്തേക്ക് ഭയങ്കര ഒരു ചിന്ത, അയ്യോ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നാലും മോളെ, നിങ്ങളിങ്ങനെ മതത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്, എന്നാലും നിനക്കെങ്ങനെയാടി ഇങ്ങനെ ജനിക്കാൻ കഴിയുന്നത്? അപ്പോൾ അവിടെ അടുത്ത ചരണം പാടിക്കപ്പിച്ചു. അവൾ പറഞ്ഞു, അമ്മാമ്മേ എൻ്റെ പാട്ടിനൊരു നീളമുള്ള പാട്ടാണ്, ഞാൻ പറയാം, നമുക്ക് ഒരുമിച്ച് പാടാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിലകിലും നാമിനി ഭയപ്പെടുകയില്ല. മതി. ആ പെൺകുട്ടി പാടിയ പാട്ട് ഇന്ന് ചുങ്കത്തറ ഈ മലബാർ കൺവെൻഷൻ വന്നിരിക്കും ചോദിക്കുകയാണ്. അവൾ പാടി എന്നറിയാം, ആപത്തിൽ എൻ്റെ സങ്കേതം എൻ്റെ അപ്പനല്ല, അപ്പനായിരുന്നെങ്കിൽ എൻ്റെ കൂടെ കാണുമായിരുന്നു. എൻ്റെ അമ്മയല്ല, അമ്മയായിരുന്നെങ്കിൽ കൂടെ കാണും. എൻ്റെ ചാച്ചനും ചേച്ചിയുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സല്ല, ഞങ്ങളുടെ അപ്പൻ സമ്പാദിച്ച സ്വത്തല്ല. ആപത്തിൽ എൻ്റെ ദിവ്യ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. എന്താ ചിരിയുടെ രഹസ്യം എന്നറിയാമോ? എന്നാ ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയിട്ടേ ഞാനും നിങ്ങളും ഇന്ന് ഈ പന്തൽ വിട്ട് വീട്ടിൽ പോകാവൂ. ഇന്നിവിടെ കംപ്ലൈൻറ്റുമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുക. ദൈവമേ, ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് നീ ഇതുവരെ എൻ്റെ ഈ കടമൊന്നും മാറ്റി തന്നില്ലല്ലോ, നീ എൻ്റെ രോഗത്തിന് സൗഖ്യം തന്നില്ലല്ലോ, എൻ്റെ പ്രശ്നം തീർന്നില്ലല്ലോ. ഇതെല്ലാം മാറണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാനും അങ്ങനെ മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇത് മാറാത്തത് കൊണ്ട് എനിക്ക് ചിരിക്കാൻ വയ്യ, എൻ്റെ കടമുള്ളത് കൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ വയ്യ, എനിക്ക് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് ചിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവം ഒരുവനാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ആകയാൽ ഈ ഭൂമി ഇളകി കടലിൽ പോയാലും, പർവ്വതം കുലുങ്ങി കടലിൽ വീണാലും, ചുഴലിക്കാറ്റടിച്ചാലും, വെള്ളം പൊങ്ങി വന്നാലും, കൊറോണ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. ായിരിക്കുന്ന കുടുംബത്തിലെ അംഗമാണ്, സഭയിലെ അംഗമാണ്. അങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കാൻ, നീ എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം? എന്തില്ലാഞ്ഞിട്ടാണ്? ഒറ്റ മരുന്നേ ഉള്ളൂ.
ദൈവം എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ ഒത്തിരി ഭദ്രാസന സെക്രട്ടറിയായിട്ട് ഈ സജു അച്ഛനെ പോലെ ഇരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എൻ്റെ കൂടെ കുറേ മിഷണറി സുവിശേഷകർ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഒരിക്കലൊരു സുവിശേഷകൻ വന്ന് എന്നോടൊരു ഞങ്ങളുടെ മീറ്റിങ്ങിലൊരു സാക്ഷ്യം പറഞ്ഞു. മിഷണറിമാരുടെ സുവിശേഷ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞൊരു സാക്ഷ്യം ഇതാണ്. ഒരു ദിവസം ഈ വിദേശിയെ ട്രാൻസ്ഫർ ചെയ്തൊരു പുതിയ മിഷൻ ഫീൽഡിൽ ചെല്ലുകയാണ്. അവിടെ ഒരു വീട്ടിൽ ചെന്നു. അവർ നമ്മുടെ ഈ ആരാധനയ്ക്കൊക്കെ വരുന്നൊരു ഗുണം ഉദ്ദേശം മാറി അങ്ങോട്ട് ചെന്നാണ്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുടിലാണ്. ആ കുടിലിൻ്റെ വാതിക്കൽ ചട്ടയും മുണ്ടും ഒക്കെ കുണ്ടിലെ കൈലിയും കൊടുത്ത ഒരമ്മ നിൽക്കുന്നു. ഈ അമ്മ ഈ സാറ് വരുന്നുണ്ട്. അപ്പോൾ സാറേ എന്നാണ് ഒരു ഉദ്ദേശം വിളിക്കുന്നത്. സാറേ, ഒരു പരിചയമില്ലല്ലോ. അപ്പം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പുതുതായിട്ട് വന്ന സുവിശേഷകനാണ്. സാറേ വന്നിരുന്നാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മാമ്മയ്ക്ക് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ സ്ത്രീയെ പോലെ ഭയങ്കര സന്തോഷം. അപ്പം ചോദിച്ചു, അമ്മാമ്മി ഒരു വീട്ടിലും കാണാത്ത സന്തോഷം അമ്മാമ്മയ്ക്ക്. എന്നാ അമ്മാമ്മി ഇത്ര സന്തോഷം? എന്താ അമ്മാമ്മയ്ക്ക് ഉള്ളേ? അയ്യോ എൻ്റെ സാറേ വന്നിരിക്കും, ഞാൻ പറയാം. എൻ്റെ സന്തോഷം എന്താണെന്ന് ഞാൻ സാറിനോട് പറയാം. അപ്പോൾ സാർ ഇരിക്കേ, ഞാനൊരു ചായ ഉണ്ടാക്കുമ്പോൾ, സാറേ എനിക്ക് ഒരു മോളേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. ഞാനൊരു വിധവയാണ്. എൻ്റെ സാറേ എനിക്കൊരു മോളുണ്ട്, അവൾ ആ മുറി കിടപ്പുണ്ട്. സാർ ആ മോളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചായയും കൊണ്ട് വരാം. സാറ് ഏതോ കൊച്ചുകുടിലാണ്. അതിൻ്റെ ആ ഇത് ഓല കൊണ്ടുള്ള ഇതിനകത്തൂടെ കടന്ന് അങ്ങ് മുറി ചെന്നപ്പോൾ ഒരു കൊച്ചു കട്ടിലെ കിടക്കുകയാണ്. തളർവാദ രോഗിയായിട്ട് പോളിയോ വന്ന് കിടക്കുന്ന കൊച്ചാണ്. അവൾ ഈ സാറിനെ കണ്ടപ്പോൾ തൊഴുത്, സാറേ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അയ്യോ ഈ ഉദ്ദേശിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം മോളെ, ഈ അമ്മയ്ക്കും ഈ മോക്കും എന്ത് ഇങ്ങനെ ചിരിക്കാൻ കാര്യം? അപ്പൻ ആ വീട്ടിലില്ല, ഈ ഒരു മോളേ ഉള്ളൂ, ഈ കുടിലിൽ കിടക്കുകയാണ്. അപ്പം പറഞ്ഞ അച്ഛാ ഇത്ര സന്തോഷം ഞങ്ങളുടെ ആയുസുകളിൽ ഉപദേശിമാരോടും അച്ഛന്മാരോടും പറയാണ്. ഈ ചുങ്കത്തരക്കാരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഈ ചിരി സന്തോഷമൊക്കെ ഉണ്ടോ? എൻ്റെ വീട്ടിലുണ്ടോ എന്ന് ദൈവം ചോദിക്കാം. അത് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ പല സാറിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ചായയും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, അമ്മാമേ ചായക്ക് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മോള് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന്. മോക്കൊരു പാട്ടുണ്ട്. ഇതൊരു പാട്ടാണ്, ഇത് നടന്ന സംഭവമാണ് ഈ പറയുന്നത്. മോടെ പാട്ട് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയത്തിൽ നമ്മളിങ്ങനെ കോറിയിട്ടിരിക്കുന്നൊരു പാട്ടാണ് മോളെ നിനക്ക് ഇഷ്ടമുള്ള പാട്ട്. പോളിയോ വന്ന കുഞ്ഞു പാട്ട് പാടും. ഇന്ന് രാവിലെ ഇവിടുത്തെ റിന്യൂവൽ വന്നപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമ്മളോടാ പറഞ്ഞ് CSIയിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ CSIയിൽ അച്ഛനാണ്. നമ്മൾ പറയാണ്, ഇപ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമേൻ അത്രയേ ഉള്ളൂ. ചില മിണ്ടത്തുമില്ല, മൈക്ക് തൂറ്റ് പോലെ ഇങ്ങനെ നിൽക്കും. പള്ളിയിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, മിണ്ടത്തില്ല. ഒരു പാട്ട് പാടിയാലും ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കൈ കൊട്ടാൻ പറഞ്ഞാൽ ഇങ്ങനെ വെറ്റയിൽ ഇങ്ങനെ ചുണ്ണാമ്പെടുത്ത് കൊട്ടത്തില്ല, കൊട്ടിയാൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഈ പെൺകുട്ടി പോളിയോ വന്നിട്ട് പാടുന്നൊരു പാട്ട്. മോളെ, ഈ മോടെ പാട്ട് സാറൊന്ന് കേട്ടിട്ട് എന്നോട് ചോദിക്കണം, വാട്ട് ഈസ് എ സീക്രട്ട് ഓഫ് അവർ ജോയ് എന്ന് പറയാൻ പറഞ്ഞു. ആ മോൾ ഈ പാട്ട് പാടി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരുമിച്ച് പാടാം. ഒരിക്കലും ഞാൻ കൈവിടില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ? പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോരവിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാ മാറോടണയ്ക്കുന്ന ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. ഈ പെൺകുട്ടി എന്താ പാടിയെന്നറിയാവോ? എന്നെ അപ്പനിട്ടു പോയി, സ്വർഗത്തിൽ പോയി. നാട്ടുകാർക്കൊക്കെ ഞങ്ങളെ പുച്ഛമാണ്. എൻ്റെ അമ്മ അടുത്ത വീട്ടിൽ പോയി തേച്ച് മഴക്കിക്കൊണ്ടിരുന്നുകൊണ്ടാണ് സാറേ ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം എനിക്കുണ്ട്. ഭയപ്പെടാതിരിക്കാൻ ഈ ദൈവം എൻ്റെ കൂടെയുണ്ട്. കടുവായും പുലിയുമൊക്കെ ചാടുന്ന ഒരു ദേശത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തു നിന്നുണ്ട്.
പ്രശ്നം കണ്ട പേടിച്ചു പോകും, പേടിക്കാതിരിക്കത്തില്ല. ഇതിൻ്റെ നടുവിൽ ഈ പെൺകുട്ടിക്ക് വന്ന ദുരന്തം, ഒരു കടുവ വന്നാൽ നമുക്കോടാം. ഈ പെൺകുട്ടി എങ്ങനെ ഓടിപ്പോകും? ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാൽ നീ തീ കൂടെ പോയാൽ നീ വെന്തു പോകത്തില്ലെന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീ കൂടെ പോകേണ്ടി വരും, തീയിൽ ഞാൻ വെന്തു പോകത്തില്ല. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും രക്ഷിച്ച ദൈവം എൻ്റെ ദൈവമാണ്. വെള്ളത്തിൽ കൂടി പോയാൽ ഞാൻ പേടിക്കത്തില്ല, മുങ്ങിപ്പോകത്തില്ല. കാരണം ചെങ്കടലിൽ ചെങ്കൽപ്പാതെ ഒരുക്കിയൊരു ദൈവം എൻ്റെ ദൈവമാണെന്ന് ഈ പെൺകുട്ടി ധൈര്യത്തോടെ ഉപദേശയുടെ മുമ്പിൽ സാക്ഷിച്ചു. ഇന്ന് വിളിക്കുന്നവർ പറയട്ടെ, ഇപ്പം ഞാനും ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കും, എന്തൊക്കെയാണ് പരാതിയുള്ളത്? അച്ഛാ, ഞങ്ങളുടെ മോക്ക് മാത്രം ജോലി കിട്ടിയില്ല, ഞങ്ങളുടെ മോൻ മാത്രം പരീക്ഷയ്ക്ക് ജയിച്ചില്ല, മറ്റ് കൂട്ടുകാർക്കെല്ലാം ഡിസ്റ്റിങ്ഷനും കിട്ടി, അഡ്മിഷനും കിട്ടി, നീറ്റും പാസ്സായി. തേണ്ടച്ചാ ഇങ്ങനെ കിടക്കുന്നു. നിങ്ങൾ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ പോയി ബൈപ്പാസ് ചെയ്ത കുഞ്ഞുങ്ങളെ, ക്യാൻസറായിട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടേ പറയാവൂ ഈ വാചകം. എന്താണ്? എൻ്റെ മോൻ മാത്രം രക്ഷപ്പെട്ടില്ല. ഞാനിരുന്നത് കോട്ടയത്തിരുന്നാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരത്ത് RCCയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തില്ലാഞ്ഞിട്ടാണ് നിങ്ങളിന്ന് ചിരിക്കാത്തേ? ഈ പെൺകുട്ടിയുടെ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും വിശ്വാസമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാതിരുന്നിട്ടും ചിരിച്ചു. എന്നിട്ട് മൂന്നാമതൊരു കാര്യം കൂടെ മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പെൺകുട്ടി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവസരങ്ങളെ പാഴാക്കാത്തവളാണ്. അവസരങ്ങളെ പദ്ധതികളാക്കി മാറ്റി. നിങ്ങളുടെ നമ്മുടെ അഭിവന്ദ തിരുമേനിയെക്കുറിച്ച് പറഞ്ഞു, അവസരങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളാക്കി മാറ്റുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. യജമാനത്തിനടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തി. നമ്മളിത്രേ പറയത്തുള്ളൂ, അയ്യോ എൻ്റെ മോൻ അമേരിക്ക പോയി, ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം കേട്ടു, എൻ്റെ സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ തീർന്നു. അത്രയേ ഉള്ളൂ. ഒരാഴ്ച പള്ളിയിൽ വന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സ്വോത്രാഴ്ച ഒക്കെ ഇട്ട് പറയും, ദൈവമേ താങ്ക് യു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ പോലും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഈ കൺവെൻഷൻ്റെയൊക്കെ പന്തൽ ഇതിൻ്റെ 5 ഇരട്ടി വലിപ്പമാകുമായിരുന്നു. ഈ പെൺകുട്ടി എന്താ പറഞ്ഞറിയാമോ? മാമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിത് പറയത്തില്ല, ആരോടും പറയത്തില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്, എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. എന്തോ രക്ഷിച്ച? അടിമയായിട്ട് ഇവരുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന അടിമ പെൺകുട്ടി പറയാണ്, എൻ്റെ അപ്പനെയും അമ്മയും എന്നെയും ഒക്കെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. പറയുവോ? നമ്മൾ ആരോടെങ്കിലും പറയുവോ? ഈ പെൺകുട്ടി പറഞ്ഞു, യജമാനൻ ഞങ്ങളുടെ നാട്ടിൽ പോയി ഈ ദൈവത്തെ പരിചയപ്പെടുന്നൊരു പ്രവാചകനുണ്ട്. അവിടെ ഇതിൻ്റെ അർത്ഥമല്ല, പ്രവാചകൻ സൗഖ്യം കൊടുക്കുമെന്നല്ല പെൺകുട്ടി പറഞ്ഞത്. ഈ സർവ്വനായ സൗഖ്യദായകനായ ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെ ശരിക്ക് പറഞ്ഞു തരാൻ എന്നേക്കാൾ കഴിവുള്ളൊരു പ്രവാചകൻ ശമരിയയിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട്. യജമാനൻ അവിടെ ഒന്ന് പോയെങ്കിൽ തീർച്ചയായിട്ടും സൗഖ്യമാകും. ഇത് പറയാനാണ് മാർത്തോമാക്കാരനെ ലൈറ്റഡ് ടു ലൈറ്റ് എന്നുള്ള ആപ്തവാക്യം മുറുകെ പിടിച്ചിരിക്കുന്ന സഭയിലെ അച്ഛന്മാരും ഉപദേശിമാരും ആത്മായരും ഗായക സംഘക്കാരും വെനസെക്കാരും സൺഡേ സ്കൂളുകാരും ആക്കി വെച്ചിരിക്കുന്നത്. എന്നെ രക്ഷിച്ച ദൈവം നിന്നെ രക്ഷിപ്പാൻ മതിയായവനാണെന്ന് തല ഉയർത്തി പറയുവാൻ കഴിയണം. മതം മാറ്റുകയല്ല, ആരെയും ഒന്നും ചെയ്യുകയല്ല, പക്ഷെങ്കിൽ പറയാൻ ചങ്കൂറ്റമുണ്ടായിരിക്കണം. നാട്ടിൽ നിന്ന് ഉപജീവനം തേടി ചുങ്കത്തറയിൽ വന്ന ഞങ്ങളെ വാലല്ല തലയാക്കി തീർത്തൊരു ദൈവം നിനക്കും മതിയാവിനാണെന്ന് മറ്റുള്ളവരോട് ശക്തിയോടെ പറയാനുള്ള ചങ്കൂറ്റമുള്ള വിശ്വാസികളായി തീരാൻ കഴിയണം. പറയാനൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ, രാജാവിൻ്റെ അടുത്തയാളാണ് ഭർത്താവ്. തോക്കുണ്ട്, ബോംബുണ്ട്, എല്ലാം കയ്യിലുണ്ട്. യജമാനത്തി ആരാണ്? അവിടുത്തെ ഫസ്റ്റ് ലേഡിയാണ്, സെക്കൻഡ് ലേഡിയാണ്, രാജാവിൻ്റെ ഭാര്യ അടുത്ത ആളാണ്. ഇത്രയും വലിയ ആളിനോടാണ് പറഞ്ഞത്, രാജാവ് അവിടെ ഒന്ന് പോയാൽ തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും. ഇന്ന് ഈ പ്രസംഗം കഴിഞ്ഞ് പോകുന്ന ദൈവമക്കളെ, തിരുമേനി പറഞ്ഞ് വേദോസം വായിച്ചാൽ പോരാ, പഠിക്കണമെന്ന്. പഠിച്ചു നോക്കിയേ. അവിടെ ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ പെൺകുട്ടി പറഞ്ഞത് പൂർണ്ണമായിട്ട് ആ അമ്മാമ്മ വിശ്വസിച്ചു. നമ്മൾ പറഞ്ഞാലും ഇന്ന് ആരും വിശ്വസിക്കത്തില്ല, ഞാൻ പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല. ഇതിനൊക്കെ വലുത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അച്ഛൻ നാളത്തെ രാവിലത്തെ ട്രെയിനിൽ പോക്കോ, ഞങ്ങളിതൊക്കെ എന്നും കേട്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളല്ലേ. പക്ഷേ ഈ യജമാനത്തി താടിക്ക് കൈ കൊടുത്തവിടെ കൈ താഴെ പോയി. കൈ താടിയലില്ല. യജമാനം വരാൻ വേണ്ടി ഇങ്ങനെ കിളിവാതൊക്കെ കൊണ്ട് നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം തേണ്ട കുതിരപ്പുറത്ത് കയറി പഠിക്ക വന്നിറങ്ങി. അദ്ദേഹം വന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാം.
നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി എന്നോടൊരു നല്ല കാര്യം പറഞ്ഞു. ഞാനും നിങ്ങളും പറയുന്ന നല്ല കാര്യമാണോ ബാഡ് ന്യൂസാണോ ചോദിച്ചു കേൾക്കണം. പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ നാട്ടിൽ പപ്പായെ പോലുള്ള രോഗികളെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പരിചയപ്പെടുത്തരുന്ന ഒരു പ്രവാചകനുണ്ട്. പപ്പ അവിടെ പോയാൽ സൗഖ്യം കിട്ടും. ഇത്രയേ പറഞ്ഞുള്ളൂ. സുവിശേഷത്തിന് വലിയ ദീർഘമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത്രയേ പറഞ്ഞുള്ളൂ. പപ്പ പോകണം. നോക്കിക്കേ, വീട്ടിൽ തറയിൽ കിടക്കുന്ന പെൺകുട്ടി, അടിമയായ പെൺകുട്ടി, പേരില്ലാത്തവൾ പറഞ്ഞപ്പോൾ യജമാനത്തിൽ കേട്ടു, യജമാനും കേട്ടു, പോകാൻ തീരുമാനിച്ചു. എന്താ കാരണം എന്നറിയാം? ഇന്ന് നമ്മൾ മൈക്കിൽ കൂടെ പറഞ്ഞാലും ഓൺലൈനിൽ കൂടെ പറഞ്ഞാലും ടി വി കൂടെ പറഞ്ഞാലും മാരാവണ് പറഞ്ഞാലും ചുങ്കത്തറ പറഞ്ഞാലും ആർക്കും വിശ്വാസമില്ല. വിശ്വാസക്കാരൻ എന്നറിയാമോ? ഈ പെൺകുട്ടി ആ വീട്ടിൽ വിശ്വസ്തയായ, ദൈവമുണ്ടെന്ന് പറയല്ല, ദൈവമുണ്ടെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തൊരു പെൺകുട്ടിയായിരുന്നു. എങ്ങനെയാ? ഈ പറഞ്ഞ വാചകത്തിലല്ല, അവിടെ സ്വഭാവം, അവിടെ പെരുമാറ്റം, അവിടെ ഇടപെടലുകൾ, അവളുടെ പ്രവർത്തന ശൈലി, അവളുടെ സഹായം എല്ലാം കണ്ടപ്പോൾ ഇവൾ പറഞ്ഞ വാക്ക് വിലക്കെടുത്തു. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകനായിരിക്കാൻ വിളിച്ചിരിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ വിശ്വസിക്കുമോ? നമ്മുടെ മക്കൾ വിശ്വസിക്കുമോ? മോനെ ടി വി ഒന്ന് ഓഫ് ചെയ്തേണ്ട, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അയ്യോ, ആ വീട്ടിലെ യുദ്ധകോലാഹലം ഒന്ന് ഓർത്ത് നോക്കിക്കോണം. മൊബൈലിൽ ഇങ്ങനെ വാട്സപ്പിലും ഗൂഗിളിനകത്തും കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. മോനെ അച്ഛൻ വന്നുകൊണ്ട് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ അയ്യോ ഇപ്പോഴൊന്നും ഈ അച്ഛൻ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഇങ്ങനെ നമ്മുടെ മക്കൾ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറയുമ്പോൾ അമ്മേ വേറെ പണി നോക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്നറിയാവോ? എൻ്റെ നിങ്ങളുടെയും ജീവിതം കണ്ടിട്ട് നമ്മുടെ വാക്ക് വിശ്വസിക്കാൻ നമ്മുടെ മക്കൾ പോലും തയ്യാറല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പള്ളിയും പള്ളിക്കൂടവും വിശ്വാസ ഇതുപോലെയുള്ള ഭജനകൂടാരെങ്കിലും നിറഞ്ഞു കവിയുമായിരുന്നു. ഇന്നെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. യജമാനൻ പറഞ്ഞത് ഇത് കേട്ട് യജമാനൻ പോയി, രാജാവിൻ്റെ അടുത്ത് പോയി. ആരാൻ രാജാവ് പറഞ്ഞു, ഞാൻ ലെറ്റർ തരാം. ഇവിടെ ഓരോന്നോരോന്ന് പറഞ്ഞു പോയാണ്. ഈ പെൺകുട്ടി പറഞ്ഞ സിമ്പിൾ കാര്യമുള്ളൂ, ഗോ ടു സമറിയ, മീറ്റ് ദ പ്രോഫറ്റ് ആൻഡ് ബി ഹീൽഡ്. ഇത്രേ പറഞ്ഞോളൂ. നീ ശമരിയെ പോവുക, പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുക, സൗഖ്യം പ്രാപിച്ച് മടങ്ങി വരിക. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേനുണ്ട് ആരാൻ രാജാവിൻ്റെ അടുത്ത് എഴുത്ത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ആരും പറഞ്ഞില്ല എഴുത്ത് വാങ്ങിക്കാൻ. ഇനി ഒരുത്തിൻ്റെ എഴുത്ത് വേണ്ട, എൻ്റെ നിങ്ങളുടെ സൗഖ്യത്തിന്. അതുകൊണ്ട് അവിടെ പോയി. അപ്പോൾ രാജാവിൻ്റെ എഴുത്തുമായിട്ട് ഇസ്രായേലിലെ രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പം രാജാവ് തൻ്റെ കസേരയിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നു. അയ്യോ, ഒരു യുദ്ധം കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ, രണ്ടടുത്ത യുദ്ധം വരുന്നു. മത്തമ്മക്കാരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാല് വീണ് വീട്ടിലും പള്ളിയിലും ഇതുപോലുള്ള വചനകൂടാനങ്ങൾ വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യാതെ കുറുക്ക് വഴിയിലൂടെ ഇത് കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോയാലുണ്ടല്ലോ, നമ്മൾ പോകുന്നിടം തകരത്തിൽ യോന പോയ പോലെ. രണ്ട് ഇസ്രായേൽ രാജാവ് കുപ്പായം കീറുന്നു, നിലത്ത് കിടക്കുന്നു, അലറി വിളിക്കുകയാണ്. അയ്യോ ഇനി എന്നെ നശിപ്പിക്കാൻ വന്നിരിക്കാൻ ചോദിക്കും. എന്നോട് നിങ്ങളോടും ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാൻ കഴിയണം. നോഹ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ കഴിയണം. ആട്ടെ, മുമ്പോട്ട് എഴുതുമായിട്ട് പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകനെ ആരും അറിയിച്ചില്ല, പ്രവാചകൻ എലിശ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ നയമാനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. നയമാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രഥം, 10 കൂട്ടം വസ്ത്രം, 10 താലന്ത് വെള്ളി, 1000 ശേക്കൽ സ്വർണം, യൂണിഫോം, സ്റ്റാർ, പടയാളികളെല്ലാം കൂടെ പുറകെ പരപരമായിട്ട് കൂടെയുണ്ട്. അടിപൊളിയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എവിടെ പോകാമെന്നറിയാമോ? ദൈവത്തെ കാണാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയ നയമാൻ്റെ അടുത്ത് ചെന്ന് വാതുക്കെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വാതുക്കെ നിൽക്കാൻ തന്നെ വിചാരിച്ചു, അവിടെ പോയി നിൽക്കുകയാണ്. അപ്പം നയമാൻ പറഞ്ഞു, ഗേഹസി നീ അങ്ങോട്ട് ചെന്നിട്ട് പറ, യോർദാൻ നദിയിൽ പോയി ഇവൻ 7 പ്രാവശ്യം കുളിക്കണം, കുളിച്ചാൽ അവന് സൗഖ്യം കിട്ടും. ഒന്നോർത്ത് നോക്കുക പ്രിയപ്പെട്ടവരെ, എന്താ നയമാൻ വരാഞ്ഞെന്നറിയാം. നയമാനെ ഞാൻ പിന്നെ പ്രവാചകൻ ഏലിശ വരാഞ്ഞ എന്നാന്ന് ഞാൻ ഏലിശായെ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയട്ടെ. ഇവിടെ ഇപ്പം ദൈവത്തിൻ്റെ അടുത്താണ്, തിരുമേനിയൊക്കെ കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്താ ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷത കിട്ടാഞ്ഞെന്നറിയാമോ? പള്ളിയും കൺവെൻഷനും ആരാധനയും കൊയറും യുവനസഖ്യവും സൺഡേ സ്കൂളും ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ നിങ്ങളുടെ പൊങ്ങച്ചം കാണിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ തന്നെ എനിക്കിപ്പോൾ സൗഖ്യം കിട്ടാൻ തന്നെ പിടിച്ചോ, സ്വർണം പിടിച്ചോ, ഇങ്ങോട്ട് സൗഖ്യം താ.
വെള്ളി പിടിച്ചോ, ഇങ്ങോട്ട് സൗഖ്യം എന്താ. തേണ്ട 10 കൂട്ടം വസ്ത്രം പിടിച്ചോ, ഇങ്ങോട്ട് സൗഖ്യം എന്താ. എൻ്റെ നിങ്ങളുടെ പൊന്നും വെള്ളിയും അല്ല ദൈവത്തിന് വേണ്ടത്. നീ വലിയ രഥത്തേൽ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ പാട്ടുകാരൻ പറയുന്നറിയാം, പാടാൻ നേരമില്ല, ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുവായി ക്ഷീണിതനായി കുരുടനായി, ദൈവമേ പാപിയായി ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞ് വരേണ്ടവൻ ഇന്ന് വരുന്നതെന്നറിയാമോ? അയ്യോ, നമ്മുടെ പൊങ്ങച്ചം കാണിക്കുന്ന സ്ഥലങ്ങളായി ആത്മീക വേദികൾ മാറിപ്പോകരുത്. അതുകൊണ്ടെന്നറിയാമോ, പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെയുള്ളവൻ്റെ ഒന്നും അടുത്ത് ദൈവവും പ്രവാചകനൊന്നും വരത്തില്ല, നീ പോ. എവിടെ പോകുന്നറിയാമോ? കലക്കവെള്ളം ഒഴുകുന്ന യോർദാനിൽ പോയി 1 പ്രാവശ്യമല്ല, നീ 7 പ്രാവശ്യം മുങ്ങണം. എന്തായി പറഞ്ഞതിൻ്റെ കാര്യം അറിയാമോ? നിൻ്റെ കുഷ്ഠം നിൻ്റെ ത്വക്കയിലല്ല, ഈ തൊലിയയിലല്ല, പിന്നെ എവിടെയെന്നറിയാമോ? നിൻ്റെ അകത്താണ്, നിൻ്റെ ഉള്ളിലാണ്. ഈ ഉള്ളിലെ നിൻ്റെ അഹങ്കാരം പോയാൽ, നിൻ്റെ പൊങ്ങച്ചം മാറ്റിയാൽ, നിൻ്റെ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന മറച്ചു വെച്ചിരിക്കുന്ന ഉള്ളിലെ പാപം നീ കഴുകിക്കളഞ്ഞെങ്കിലേ നിൻ്റെ കുഷ്ഠം മാറത്തുള്ളൂ, നിൻ്റെ പാപം ക്ഷമിക്കപ്പെടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനെന്തറിയാമോ? നീ കലക്കവെള്ളത്തിൽ 7 പ്രാവശ്യം ചാടണം. ദൈവമക്കളെ, മാതാപിതാക്കളെ, ഞാൻ നിങ്ങളെ തൊഴുതു പറയാൻ ആഗ്രഹിക്കുക. അനേക ജീവിത അനുഭവങ്ങൾ, അനേക കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ കണ്ടിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പള്ളിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം പുതിയ ഇലക്ഷൻ്റെ ഒക്കെ കൽപ്പന തിരുമേനി അങ്ങോട്ട് വീട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് സ്ഥാനം വെട്ടിപ്പിടിക്കാനല്ല പള്ളി, ഇലക്ഷൻ്റെ മാജിക്ക് കാണിക്കാനുള്ള സ്ഥലമല്ല പള്ളി. ഇലക്ഷനൊക്കെ ഭരണഘടനയിലോട് നടത്തിക്കും, എനിക്കതിനൊന്നും വിരോധമില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ മതിയെന്ന് മർക്കട പുഷ്ടി പിടിക്കുന്ന സ്ഥലമല്ല എൻ്റെ നിങ്ങളുടെ പള്ളിയും ആരാധനാ സ്ഥലവും. നീ രഥത്തേലും കുതിരപ്പുറത്തും ഞാനാണ് ഇവിടുത്തെ വലിയവെന്ന് പറഞ്ഞ് നിൻ്റെ ഇമേജ് കാണിക്കാനല്ല പോകേണ്ടത്. അങ്ങനെ പോയാൽ നിന്നെ കലക്ക വെള്ളത്തിൽ ദൈവം ചാടിക്കും. അയ്യോ, നയമാൻ അവിടെ ഇരിക്കുന്ന 2 വാക്കാണ്: ശോഭിച്ചു, ക്രുദ്ധിച്ചു, പൊട്ടിത്തെറിച്ചു. ആരോടാ? ദൈവത്തോട്. നിൻ്റെ നിങ്ങളെയൊക്കെ ദേഷ്യവും വഴക്കും മസിൽ പവറും ഒക്കെ കാണിക്കുന്നത് പള്ളികളിലും സഭകളിലും ഒക്കെയാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. നിങ്ങൾ നോക്കിയേ, കൊറോണ വന്നപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് പറഞ്ഞു, ഒറ്റ കുഞ്ഞുങ്ങൾ വീടിന് വെളി വരരുത്, ആരും മാസ്ക് വെക്കാതെ പോകരുത്, അകലം വെക്കാതെ പിടിച്ചോണ്ട് പോകുമായിരുന്നു, പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം 7-8 മാസം പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ 1 കൊല്ലം അടങ്ങിയിരുന്നു. ഒരു പരാതിയില്ല. അയ്യോ, വീട്ടിനകത്തിരിക്കുക. ഞങ്ങളുടെയൊക്കെ അവിടെ വന്ന് പോലീസ് വന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കണ്ടു, ഇറങ്ങിയ. അയ്യോ, പോലീസ് പറഞ്ഞാൽ കേൾക്കും, ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കണം, അവർ പറഞ്ഞാൽ അനുസരിക്കണം. എന്നാൽ ഇന്ന് രാത്രി ദൈവം ചോദിക്കുക, നിൻ്റെ ദൈവം, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ നിന്നോട് പറയുന്നൊരു കാര്യം ഇതാണ്: ദൈവ പൈതലേ, നിൻ്റെ പുറം മാത്രമല്ല നിൻ്റെ അകവും കാണുന്നവനാണ് ഞാൻ. നിനക്കൊന്നും എന്നെ മറയ്ക്കാൻ കഴിയത്തില്ല. നീ പൊങ്ങച്ചം കാണിച്ച്, വലിയ പള്ളിഭക്തി കാണിച്ച്, കപടഭക്തി കാണിച്ച്, എല്ലാവരുടെയും മുമ്പിൽ ഭക്തനാണെന്ന് നടിച്ച്, എല്ലാവരുടെയും മുമ്പിൽ വലിയ ആളാണെന്ന് കാണിച്ച് നീ ജീവിച്ചാലുണ്ടല്ലോ, നീ കലക്കവെള്ളത്തിൽ വീഴും. നിൻ്റെ ആ പൊങ്ങച്ചോ, നിൻ്റെ പാപ സ്വഭാവങ്ങളും, നിൻ്റെ മദ്യപാനവും മയക്കുമരുന്നും നിൻ്റെ കുടുംബത്തിൽ വന്ന് കയറാതെ നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് ജീവിക്കണം. കേരളം ഇന്ന് ഗോഡ്സ് ഓൺ കൺട്രി വേറെ കൺട്രിയായിട്ട് മാറിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നിർബന്ധിച്ച് മയക്കുമരുന്ന് അടിച്ചു കൊടുക്കുന്ന കാലമാണ്. ഇവിടെ ഓർക്കണം, ദൈവം തമ്പുരാൻ ഇന്ന് ഓർമ്മിപ്പിക്കുക, നീ നിൻ്റെ മക്കളുടെ കൂടെ കുടുംബമായി മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പൊങ്ങച്ചം കാണിക്കാനല്ല, വിനയത്തോടെ താഴ്മയോടെ ദൈവാലയത്തിൽ പോയി ഭയഭക്തിയോടെ ആരാധിക്കുകയും ദൈവവചനത്തിൻ്റെ മുമ്പിൽ വണങ്ങുകയും ചെയ്യുന്ന മക്കളായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം. ഒടുവിൽ ക്രുദ്ധിച്ച് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെന്തോ ദൈവമാണ്, ഈ ദൈവം എന്തോ എന്നോട് കാണിച്ചത് പറഞ്ഞൊരു. അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം പറയാം. അത് കഴിഞ്ഞപ്പോൾ ഈ നയമാൻ്റെ കൂടെ വന്നതുണ്ടല്ലോ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹോം നേഴ്സാണ് വന്നത്. ഇന്നത്തെ നമ്മുടെ മോഡേൺ ട്രാൻസ്ലേഷനിൽ പറയുകയാണ് മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൽ നേഴ്സ് പറഞ്ഞു, ഇത് പറഞ്ഞറിയാം, ഇതെന്ന് പറയാണ്, എൻ്റെ സാറേ, എൻ്റെ പപ്പാന്ന് കേൾക്കുന്നത്, പിതാവെന്നാണ്. ദൈവം അല്ലെങ്കിൽ പ്രവാചകൻ വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, കൊച്ചു കാര്യമല്ലേ പറഞ്ഞുള്ളൂ. യോർദാൻ നദി അങ്ങോട്ടൊന്ന് ഇറങ്ങി കുളിച്ചേച്ചു വാന്ന് പറഞ്ഞു.
ദൈവം പറഞ്ഞാൽ കേൾക്കാത്തത് മെയിൽ നേഴ്സും ഹോം നേഴ്സും പറഞ്ഞാൽ കേൾക്കും. ഇന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ, ഞാനോ നിങ്ങളോ നാളെ വീട്ടിൽ കിടപ്പിലായാൽ അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ മക്കൾ വന്ന് കണ്ടേച്ച് ബാങ്കിൽ പണം ഇട്ടേച്ച് പോകും. വീട്ടിൽ നിർത്തുന്നത് ഹോം നേഴ്സിനെയാണ്. അപ്പോൾ നമ്മൾ വലിയ പറഞ്ഞിട്ടുണ്ട് എല്ലാം തരാം, പക്ഷേ ഓർക്കണം. അപ്പോൾ അപ്പം പറയും എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഹോം നേഴ്സ് എന്താ പറയും? എല്ലാവരും അങ്ങനെ അല്ലേ? എന്നാലും ഞാൻ കാണുന്നതിൻ്റെ തിക്തമായ വശം മാത്രം പറഞ്ഞുള്ളൂ. എനിക്കിപ്പോൾ മനസ്സില്ല, അവിടെ കൊണ്ടിരിക്കുക. നിങ്ങൾ തന്നതേ ഉള്ളൂ, എപ്പോഴും വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിശക്കുന്നു. എടി, ഓ നിങ്ങൾക്ക് എപ്പോഴും വിശപ്പാണ്, ഞാൻ അങ്ങോട്ട് വാരിക്കോരി തന്നതേ ഉള്ളൂ, നിങ്ങൾ അവിടെ ഇരിക്കുമെന്ന് പറയും. അത് കഴിയുമ്പം കുറേ കഴിയുമ്പം പറയും എഴുന്നേക്ക്. ആര് പറഞ്ഞാൽ കേൾക്കും? നാളെ ഞാനും നിങ്ങളും, ദൈവം പറഞ്ഞാൽ കേൾക്കാത്തവനും കേൾക്കാത്തവളും, നാളെ എന്നെ നിങ്ങളെ കൊണ്ടിടുമ്പോൾ ഈ പടയാളികൾ പോലെ കൂടെ വന്നവർ പറയും സാറേ എഴുന്നേക്ക. അയ്യോ പോലീസിൻ്റെ മുമ്പ് ഇരിക്കുന്ന പോലെ എഴുന്നേക്കുന്നത്. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ രോഗം സഹിക്കും, ഇത് സഹിക്കാൻ വയ്യ. ഞാൻ ആ ഒരു കൂട്ടരെ അധിക്ഷേപിച്ച് പറയുന്നതായിട്ട് ഇനി എടുക്കരുത്. നാളുകളിൽ എൻ്റെ നിങ്ങളുടെയും ജീവിതം ഇങ്ങനെയാകെ ദൈവം പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു. കേൾക്കാതെ അഹങ്കാരം കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടുകൊണ്ട് കലക്കവെള്ളത്തിൽ പോയിരിക്കാനോ യൂണിഫോം ഊരി വെച്ചു. അപ്പോൾ ഇവരെല്ലാം കണ്ടു, അതുവരെ അവർ കണ്ടിട്ടില്ല. ഇവിടെ മുഴുവൻ കുഴപ്പമാണ്. അയ്യോ, അപ്പം അവർ പറഞ്ഞു യോ ഈ സാറ് ഇങ്ങനത്തെ സാറാണോ? ഓർക്കണം, നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പാപം ഏറ്റുപറഞ്ഞ് നീ മായ്ച്ചിരുന്നെങ്കിൽ ഇവർ നിൻ്റെ പാപം അറിയുകയില്ലായിരുന്നു, കാണുകയില്ലായിരുന്നു. രക്താംബര പോലെ കടുഞ്ചുവപ്പായതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവം ഓരോ ഞായറാഴ്ചയും പറയും, ഇന്ന് ഒരുങ്ങി വന്ന വിശ്വാസികളെ എഴുന്നേറ്റ് നിന്ന് ഈ കുമ്പസാര പ്രാർത്ഥന സത്യമായിട്ടൊന്ന് ഏറ്റു ചൊല്ലാൻ പറയുമ്പോൾ നമ്മൾ കിഴക്കോട്ടും നോക്കി പടിഞ്ഞാറോട്ടും നോക്കി എന്തുവാ പറയുന്നറിയാതെ പറയുവല്ല വേണ്ടത്. ഈ വാസ്തവമായിട്ട് പറഞ്ഞാൽ നിൻ്റെ യൂണിഫോമിൻ്റെ അടിയിൽ കിടക്കുന്ന നാട്ടുകാർ കാണേണ്ട ആവശ്യമില്ല. വെള്ളത്തിലോട്ട് ഇറങ്ങി ദൂരേച്ചിറങ്ങിയപ്പോൾ അയ്യോ എന്നെല്ലാവരും വെച്ചു. ഇങ്ങനത്തെ ഒരു സാറിനെയാണോ ഞങ്ങൾ ശുശ്രൂഷിച്ചത്? വെള്ളത്തിറങ്ങി, ഒന്ന് മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. 2 മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. 3 മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. ഇയാൾക്ക് പിന്നെയും ദേഷ്യം വന്നു. അയ്യോ ഇത് ചുമ്മാ തന്നെ കളിപ്പിക്കുകയാണ്. ദൈവം പറയുന്നത് കപടതയാണെന്ന് വിചാരിക്കുന്നവരാണ് ഇന്ന് അനേക വിശ്വാസികൾ. 6 മുങ്ങി. ഇനി ഞാൻ മുങ്ങുന്നില്ല പോകാൻ പറഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു സാറേ ഒന്നുകൂടെ മുങ്ങിയാൽ മതി. ഒന്നുകൂടെ മുങ്ങിയപ്പോൾ ശരീരം പൂർണ്ണ സുഖമുള്ളതായി തീർന്നു. ദൈവമക്കളെ, ആ പെൺകുട്ടിയുടെ ഒറ്റ വാക്കാണ് ഈ സൗഖ്യത്തിൻ്റെ പാത തെളിച്ചു കൊടുത്തത്. ദൈവമാണ് സൗഖ്യമാക്കിയത്. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമുക്കിങ്ങനെ ഒന്ന് അനുസരിക്കാൻ കഴിയുമോ? ഞാൻ പ്രസംഗത്തിൽ തയ്യാറാക്കി വന്ന ഒരു നീണ്ട സംഭവമുണ്ട്. ഞാൻ ചുരുക്കി 4-5 വാചകത്തിൽ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അമേരിക്കയിലെ ഒരു കുടുംബം, സോണിയ എന്നാണ് അവിടുത്തെ അമ്മയുടെ പേര്. ടീനേജറാണ്. ടീനേജ് ആയിരിക്കുമ്പോഴേ 2 ആൺമക്കളെ പ്രസവിച്ചു. അപ്പൻ്റെ പേര് റോബർട്ട് എന്നാണ്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ 2 മക്കൾ പെട്ടെന്ന് ജനിച്ചു. കുടുംബമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പോട്ടെ, 2 പേര് ജനിച്ചു. കേർട്ടിസ് എന്നും ബെൻ എന്നും പറഞ്ഞ് 2 പേര് ജനിച്ചു. ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഈ അമ്മയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. ടീനേജ് അമ്മയാണ്, ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഈ അമ്മ ജീവിക്കാൻ നിർവഹം, ഈ 2നെയും വളർത്തണ്ടേ. ഈ അമ്മ വീട്ടുവേലയ്ക്ക് പോയി താണ ജോലി ചെയ്ത് അമേരിക്കയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും കൊടുത്തെല്ലാം. ഈ പെൺകുട്ടി ഈ കഥന അനുഭവത്തിൽ പോയപ്പോൾ ദൈവത്തോട് ഒത്തിരി അടുത്തു. അവിടെ പള്ളിയിലെ അച്ഛൻ പ്രീസ്റ്റ് ഈ പെൺകുട്ടിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുപ്പിച്ചു. അങ്ങനെ ദൈവകൃപയിൽ ഈ പെൺകുട്ടി ജീവിക്കുകയാണ്. ഈ 2 മക്കളെ വളർത്തിക്കൊണ്ട് വരികയാണ്. 2 മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ അമ്മ വളർത്തിയത് എങ്ങനെയാണെന്ന് പറയുന്നത് ഈ കൺവെൻഷനിൽ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഈ അമ്മ പറയും, മക്കളെ എന്നും രാവിലെ ഉണരുമ്പോൾ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ കഥന വേദന അനുഭവിക്കുന്ന ഈ ചെറുപ്പക്കാരിയായിരിക്കുന്ന അമ്മ 2 കുഞ്ഞുങ്ങളെയും വളർത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ച് വേണം എഴുന്നേക്കാൻ. എന്നും ബൈബിളിൽ 3 അധ്യായങ്ങൾ നിങ്ങൾ രാവിലെയും വൈകിട്ടും വായിച്ചിരിക്കണം. ഈ ചുങ്കത്തറയിൽ ഇവിടെ ആരെങ്കിലും പറയുമോ അങ്ങനെ? ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമം, ഒന്ന് സദൃശവാക്യങ്ങളിലെ ഒരധ്യായം ആണ് അമ്മ പഠിപ്പിച്ച് നടന്ന സംഭവമാണ്, കഥയല്ല. പഴയ നിയമം, പഴയ നിയമത്തിലുള്ള സങ്കീർത്തനമൊക്കെ പഴയ നിയമത്തിലാണ്. പഴയത് പുതിയത് സദൃശവാക്യങ്ങൾ. അപ്പോൾ സദൃശവാക്യങ്ങൾ നിർബന്ധമായിട്ടും ഇതെല്ലാം വായിച്ചിരിക്കുക. ഇങ്ങനെ ഈ അമ്മ വളർത്തിയത്.
എല്ലാ ഞായറാഴ്ച അമ്മയ്ക്ക് നിർബന്ധമാണ്, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇവിടെ ഇരിക്കുന്നവർ ചോദിക്കുക, ഇന്ന് കൺവെൻഷൻ വന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവരാൻ ഒക്കുന്നുള്ളല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, വെറുതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ കഴിയും, പള്ളിയിൽ വരണം. പള്ളിയിൽ പോകുമ്പോൾ ഈ അമ്മയ്ക്ക് നിർബന്ധം ആ ഒരാഴ്ച കിട്ടിയ പണത്തിൻ്റെ, ഇവർക്ക് എങ്ങനെയൊക്കെ കൂലി കിട്ടുന്നുണ്ടോ, മണിക്കൂറിനാണ് $1 കിട്ടുന്നത്, ഞാൻ അവിടെ ശമ്പളം എങ്ങനെയാണ്, അതിൻ്റെ ദശാംശം വീതിച്ച് 3 പേരും പള്ളിയിൽ കൊണ്ടിട്ടിരിക്കണം. ആരാണ്? ഭർത്താവ് ഉപേക്ഷിച്ചു പോയ പട്ടിണി കിടക്കുന്ന വീട്ടിലെ അമ്മയുടെ നിർബന്ധമാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കൾ ചോദിക്കുക, ഈ കുഞ്ഞുങ്ങളുടെ നിന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ച എന്താണ്? 1 രൂപയും 2 രൂപയും 5 രൂപയും 10 രൂപയും ആണോ? ഇതാണ് കൊടുക്കുക. ഈ അമ്മ പഠിപ്പിച്ചു, സോണിയ പഠിപ്പിച്ചു, നിങ്ങൾ ഞാൻ തരാം, ഞാൻ ശമ്പളം ഉണ്ടാക്കുന്നത് 10-1 കൊണ്ടിട്ടിരിക്കണം, എവിടെ പോയാലും ചെയ്തിരിക്കണം ചുറ്റും. ഇങ്ങനെ ഈ അമ്മ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത മോൻ സ്മാർട്ടായിട്ട് പഠിച്ചു, മെടുക്കനായിട്ട് പഠിച്ചു. അപ്പം രണ്ടാമത്തെ മോനും ഇങ്ങനെ പഠിച്ച് സ്മാർട്ടായിട്ടിരിക്കുകയാണ്. അപ്പം TV കാണാൻ ലൈസൻസ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ വാർത്തകൾ കാണാം, ഇമ്പോർട്ടൻ്റ് കാണാം, ബാക്കി സമയം പഠിച്ചോണമെന്നാണ് അമ്മയുടെ നിർബന്ധം. നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഇന്ന് മൊബൈലും എല്ലാം അങ്ങോട്ട് കൊടുത്താണ് നമ്മുടെ മക്കളെ ഇന്നങ്ങ് ഊരി വിട്ട് വളർത്തുകയാണ്. ഇത് അമ്മ ഇങ്ങനെ സോണിയ വളർത്തി. അത് കഴിഞ്ഞ് ഈ മൂത്ത മോൻ പഠിച്ച് മിടുക്കനായിട്ട് പോയി, ഭയങ്കര മിടുക്കനാണ്, കർട്ടിസ്. രണ്ടാമത്തെ ബെൻ 4ാം ക്ലാസ്സിലായപ്പോൾ ടോപ്പിൽ നിന്നവൻ 0യിലേക്ക് പോയി, മാർക്ക് എല്ലാം പോയി. അപ്പോൾ സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചർ എഴുത്ത് കൊടുത്തു വിട്ടു, നിങ്ങളുടെ മകനെ ഈ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കത്തില്ല, അവന് മാർക്കില്ല, അവൻ പഠിക്കുന്നില്ല. അയ്യോ, എന്ത് ചെയ്യും? സ്കൂൾ മാറ്റിക്കോണം, എവിടെയെങ്കിലും കൊണ്ട് പഠിപ്പിച്ചോണം. അപ്പോൾ ഇവരുടെ സ്കൂളിലെ റിസൾട്ട് വന്നപ്പോൾ ഇവന് മാർക്കില്ല. അയ്യോ, ഭയങ്കര ചെന്ന് കാല് പിടിച്ച്, സാറേ അങ്ങനെ പറയൽ. അപ്പോൾ അവൾ പറഞ്ഞു, സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, എങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഡോക്ടർ പറയണം. ഈ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസയില്ല, എന്നിട്ടും പോയി വീട്ടിൽ ജോലി ചെയ്യുന്നിടത്ത് കടമെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചെക്കപ്പ് നടത്തിയപ്പോൾ മനസ്സിലായി കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, ഇളയ ബെന്നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. ഇപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, നിങ്ങൾ ഒരു കണ്ണട വാങ്ങിച്ച് മോന് കൊടുക്കണം, ബെന്നിന് കൊടുക്കണം. ഈ അമ്മയ്ക്ക് കണ്ണട വാങ്ങിക്കാൻ പണമില്ല. ഇങ്ങനെ ഒരു അമ്മയെ പരിചയപ്പെടുത്തി, നിങ്ങൾ ഇന്നറിയും അമ്മ ആരാന്ന്. ഈ അമ്മയ്ക്ക് പണമില്ല. ഒടുവിൽ വീട്ടിൽ നിൽക്കുന്ന, വേലയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ണട വാങ്ങിച്ച് കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ ക്ലാസ്സിലെ ടോപ്പറായി, സ്കൂളിലെ ടോപ്പറായിട്ട് തീർന്നു. വീണ്ടും ടോപ്പറായി. അവൻ 10 പാസ്സായി, 12 പാസ്സായി, മെഡിസിൻ പഠിക്കാൻ അഡ്മിഷൻ കിട്ടി. അമേരിക്കയിലാണ്, അതിനൊക്കെയുള്ള സ്കോളർഷിപ്പ് കൊണ്ട് പഠിച്ചു, MBBS പാസ്സായി, സ്പെഷ്യലൈസ് ചെയ്തു. ഇവൻ വലിയ ഡോക്ടറായി, ന്യൂറോ സർജനായിട്ട് തീർന്നു ഈ ചെറുപ്പക്കാരൻ. അമേരിക്കയിലാണ് ഈ ചെറുപ്പക്കാരൻ. അമേരിക്കയിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അവൻ പറഞ്ഞൊരു വാചകം ഇവിടുത്തെ അപ്പന്മാരും അമ്മമാരും ശ്രദ്ധിച്ചോണം. അപ്പനില്ലാത്ത ഈ മോൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ കണ്ണുനീരും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ അമ്മ എനിക്ക് തന്ന സ്പിരിച്വൽ ട്രെയിനിങ്ങുമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ഒടുവിൽ ഇപ്പം ന്യൂറോ സർജനായി. അമേരിക്കയിലെ ഒത്തിരി ഹോസ്പിറ്റൽ പേര് പറയുന്നില്ല. ഈ ഡോക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയിൽ സയാമീസ് ഇരട്ടകളെ ഒന്നിച്ചറിയാം സമയത്ത് പറഞ്ഞാലോ, 2 കുഞ്ഞുങ്ങൾ ഇരട്ടകൾ ഇങ്ങനെ ഒന്നിച്ചൊട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് സയാമീസ് കുഞ്ഞുങ്ങൾ. ഇവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് 2ആയിട്ടൊന്ന് മുറിച്ച് മാറ്റി 2 കുഞ്ഞുങ്ങളാക്കി തരണമെന്ന് പറഞ്ഞു. ലോകത്തിൽ അന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ ഡോക്ടർ ബെൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പോയി ചോദിക്കട്ടെ. ഓർക്കണം, നിങ്ങളുടെ മക്കൾ ഇങ്ങനെ പറയുമോ? ഞാൻ ദൈവസ്ഥാനിൽ പോയി ചോദിക്കട്ടെ. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഒരാഴ്ച പ്രാർത്ഥിക്കാൻ സമയം വേണം. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ പ്രിയപ്പെട്ടവർ? ഒരാഴ്ച ഈ കൺവെൻഷൻ നടക്കാൻ നിങ്ങൾ എത്ര പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആട്ടെ, ഒരാഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ബെൻ, അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്, എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാം. ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. ദിവസങ്ങൾ എടുത്തു സർജറി ചെയ്യാൻ. ദിവസങ്ങൾ സർജറി ചെയ്തപ്പോൾ ലോകത്തിലാദ്യമായിട്ട് സയാമീസ് ഇരട്ടകളെ 2ആയിട്ട് മാറ്റിയത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സോണിയയുടെ മകൻ ഡോക്ടർ ബെന്നാണ്. അയ്യോ, നിങ്ങൾക്കറിയാം ആ ഡോക്ടറുടെ ചരിത്രം. ഗിഫ്റ്റഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിനകത്തുണ്ട്, പോയി അറിയാവുന്നൊരു വാചകമാണ്. അത് കഴിഞ്ഞ് തീർന്നില്ല. കഴിഞ്ഞ അമേരിക്കയിലെ ട്രംപിൻ്റെ പ്രസിഡൻ്റ് ഇലക്ഷൻ വന്നപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പറഞ്ഞത് ഡോക്ടർ ബെന്നിൻ്റെ പേരാണ്. ഒടുവിൽ
പ്രൈമറി ഒക്കെ വന്നപ്പോൾ പെണ്ണിനേക്കാൾ ട്രംപ് മുമ്പിൽ കയറിപ്പോയി. ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയായി ഈ ബെൻ തീർന്നു. ബെന്നിൻ്റെ പേരാണ് ഡോക്ടർ ബെൻ കാഴ്സൺ. ഇന്നും ജീവനോടിരിപ്പുണ്ട്. 73 വയസ്സേ ഇപ്പോഴുള്ളൂ. എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ചോദിക്കാൻ ആഗ്രഹിക്കുക, നയമാനെ പോലെ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കണമോ? ഈ പെൺകുട്ടിയെപ്പോലെ ഭക്തിയോട് ജീവിക്കണമോ? ഞാനിപ്പോൾ പറഞ്ഞ സോണിയ എന്ന് പറഞ്ഞ അമ്മയെപ്പോലെ ബെൻ കാഴ്സന്മാരെ വാർത്തെടുക്കുന്ന മാതാപിതാക്കളായിട്ട് തീരും. എല്ലാവർക്കും കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇന്ന് രാത്രി ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നീ ചിരിച്ചിട്ട് കുറേ നാളായി, നീ കൺവെൻഷനൊക്കെ വന്നിരിക്കുന്നുണ്ട്, നിൻ്റെ കണ്ണിൽ കണ്ണുനീരേ ഉള്ളൂ, നിനക്കൊരു ചിരിയില്ല. നീ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്, നീ എല്ലായിടത്തും വരുന്നുണ്ട്, നിൻ്റെ വീട്ടിലൊരു ചിരിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇന്ന് രാത്രി പറയാണ്, നിൻ്റെ ചിരിയുടെ കാരണം, ചിരിയില്ലാത്തതിൻ്റെ കാരണം നീ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ്, നീ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. നിന്നെ ചിരിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് എൻ്റെ ഗിഫ്റ്റല്ല, നീ എന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇന്ന് രാത്രി നൈമാൻ്റെ വീട്ടിലെ പെൺകുട്ടിയുടെ ദൈവം, ഡോക്ടർ ബെൻ കാഴ്സൻ്റെ ദൈവം, ഡോക്ടർ ബെൻ കാഴ്സൻ്റെ അമ്മ സോണിയയുടെ ദൈവം ഇന്ന് എന്നോട് നിങ്ങളോടും ചോദിക്കുകയാണ്, നിനക്ക് ചിരിക്കാൻ, നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാകാൻ, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കാൻ, നിന്നെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ യേശുവിങ്കിലേക്ക് വരണമെങ്കിൽ നീ ഇന്ന് രാത്രി നീ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടേ മടങ്ങിപ്പോകാവൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവത്തോടെ ഏറ്റു പറയാം. എല്ലാവർക്കും ഒരു നിമിഷം സ്വയമായിട്ട് പരിശോധിക്കാം. ഈ വചനം ഇന്നോട് വന്നിരിക്കുന്ന നമ്മോട് ദൈവം തന്ന വചനമാണ്. ദൈവം പറയാണ്, നീ കോടീശ്വരനായിട്ട് ജീവിക്കുകയാണ്, നീ വലിയ മഹാനായിട്ട് ജീവിക്കുകയാണ്. നിൻ്റെ കുടുംബം യോർദാനിലെ കലക്കവെള്ളത്തിൽ ചാടാതിരിക്കണമെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കണം. ഇന്ന് രാത്രി ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ നിന്നേക്കാൾ പണത്തിലും കഴിവിലും പ്രതാപത്തിലുമൊക്കെ ആശ്രയിച്ചു പോയി. എൻ്റെ ഈഗോയും എൻ്റെ സെൽഫിഷ്നെസ്, സ്വാർത്ഥതയും വെച്ചുകൊണ്ട് ഞാൻ എല്ലായിടത്തും ദൈവമേ പ്രശ്നമായി മാറി. ഇന്ന് രാത്രി എന്നെ ഏൽപ്പിക്കുകയാണ്, എനിക്ക് നിന്നെ വേണം. താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വരണം, നീ എൻ്റെ കുടുംബത്തിൽ വരണം, നീ എൻ്റെ സഭയിൽ വരണം, നീ എൻ്റെ ഇടവകയിൽ വരണം. നമുക്ക് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റും. ഒരു പാട്ടിൻ്റെ ഒരു കോറസ് പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം ചോദിക്കുകയാണ്, നിനക്ക് ചിരിക്കണമോ? ഞാൻ വെറുതെ ചിരിയല്ല പറഞ്ഞത്, നിൻ്റെ ജീവിതം ആനന്ദമാകണമോ? നിൻ്റെ കുടുംബം ഭൂമിയിലെ സ്വർഗമാകണമോ? നമുക്ക് ഈ പാട്ടിൻ്റെ ചരണം പാടുമ്പോൾ നമ്മുടെ വലങ്കരം ഹൃദയത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇന്ന് രാത്രി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് നമുക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഹൃദയത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇന്ന് രാത്രി ദൈവത്തോട് ഒരുമിച്ച് ചെയ്യാം. പാട്ടിതാണ്, നമുക്ക് ഒരുമിച്ച് പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾക്ക് വേണം കർത്താവേ. നിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേണം, ഞങ്ങളുടെ കുടുംബത്തിൽ വേണം, ഞങ്ങളുടെ ജോലി രംഗത്ത് വേണം, ഞങ്ങളുടെ ഇടവ രംഗത്ത് വേണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണം, എനിക്ക് വേണം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിനക്കായി സമർപ്പിക്കുന്നു. ഞാൻ ചിരിച്ചിട്ട് ഒത്തിരി നാളായി ദൈവമേ. ഒരിക്കലും നിലയ്ക്കാത്ത സന്തോഷം കൊണ്ട്, ഒരിക്കലും നിലയ്ക്കാത്ത സ്വർഗീയ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അതിന് തടസ്സമായിരിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കണം. യേശുവേ, നിൻ്റെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണം. നീ ഞങ്ങളെ സ്വീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.